സോ ഗുഡ് ഈവനിങ് മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ നോ യുവർ ബേബി, നമ്മുടെ കുഞ്ഞിനെ അറിയാൻ എന്തൊക്കെ പ്രാഥമികമായി അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ വളരെ മനോഹരമായ സെഷൻസ് സാർ എടുത്തു. വളരെ ഐ ഓപ്പണറാണ്. ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാകാം, എന്നാൽ അതിലുൾപ്പെടെ അതിൽ ഉപരിയായിട്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു പഠനമാണ് സാറ് നമ്മൾക്ക് നൽകുന്നത്. സോ ഇന്നും അതിൻ്റെ കണ്ടിന്യൂഷൻ കേൾക്കാം. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം വിജയരാമൻ സാറിനെ. വിജയരാമൻ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബു സാർ. ഓക്കെ, നമ്മൾ ഇന്ന് നേരിട്ട് തന്നെ കേൾക്കുന്നുണ്ട് തന്നെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ ആണ്. ക്ലിയർ ആണല്ലേ? ഓക്കെ, ഇന്ന് നമ്മൾ നേരിട്ട് തന്നെ ഡീറ്റെയിലേക്ക് അങ്ങ് പോവാം. ഷെയറിങ് ഇതെടുത്തിട്ട് PPT ഒക്കെ ഷെയർ ചെയ്തിട്ട് പോവാം. അതിന്റെ മുന്നേ ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് അറ്റാച്ച്മെന്റ്, അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രാരംഭഘട്ടമാണ് നമ്മൾ വിശദീകരിച്ചത്. പ്രാരംഭഘട്ടം മാത്രമാണ്. ജനിച്ച് നവജാത ശിശു, നിയോനാറ്റ് എന്നൊക്കെ പറഞ്ഞു, അതില് ആ ശിശുവിന്റെ സ്വഭാവം, സന്തോഷമില്ലായ്മയും സന്തോഷവും ഇത് രണ്ടും പ്രകടിപ്പിക്കുന്ന അവസ്ഥയും അതിന്ന് അതൊരു ചെറുതായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്ന അവസ്ഥ. അതായത് നന്നായി പരിചരിക്കുന്നവരോട് അല്ലെങ്കിൽ നല്ല സ്റ്റിമുലസിനോട് ചിരിക്കാനും, അതുപോലെ തന്നെ അല്ലാത്ത ഡിസ്ട്രെസ് വരുന്ന സമയത്ത് കരയാനും, പെടഞ്ഞു കരയാനൊക്കെ ഉള്ള അങ്ങനെ എന്നിട്ട് ഒരു ചെറിയ അറ്റാച്ച്മെന്റ് ആ നല്ല സ്റ്റിമുലസിനോട് എത്തുന്ന ഒരു പ്രാരംഭഘട്ടം നമ്മൾ വിശദീകരിച്ചു. അതിനുശേഷം എങ്ങനെയാണ് കുഞ്ഞിന്റെ ബോധതലം വികസിക്കുന്നത്, ഇത് നമുക്ക് നോക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. കുഞ്ഞിനെ അറിയാമെന്ന് പറയുമ്പോൾ എന്താണ് കുഞ്ഞ്, ആ കുഞ്ഞിന് എന്തൊക്കെ കപ്പാസിറ്റി ഉണ്ട്, എങ്ങനെയാണ് അതിന്റെ അറിവുകള്, അതിന്റെ കഴിവുകള് വികസിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ക്ലാസ് വൈസ് ശ്രദ്ധിക്കുന്നത്. അപ്പൊ എന്നത്തെയും പോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ഇൻട്രാക്ഷനിൽ പോവാം. ഇന്നിപ്പോ ഞാൻ നേരിട്ട് തന്നെ PPT പോവുകയാണ്. ഓക്കെ, PPT ക്ലിയർ അല്ലേ? വന്നിട്ടില്ലല്ലേ? വന്നില്ല. ഓക്കെ, ഓക്കെ. ഓക്കെ, ഉണ്ടോ? ക്ലിയർ ആണോ? PPT കാണുന്നുണ്ടോ? കാണാം. ഓക്കെ, ആദ്യ റിഫ്ലക്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം റിഫ്ലക്സ് തന്നെ തുടങ്ങാം. കുഞ്ഞിന് ജനിച്ചു വരുന്ന നവജാത ശിശുവിന് റിഫ്ലക്സുകളാണുള്ളത്. അപ്പൊ അതില് നമ്മള് നേരത്തെ ഇത്തരം ഈ റിഫ്ലക്സുകളൊക്കെ ഉണ്ട്. സക്കിംഗ് റിഫ്ലക്സ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ റൂട്ടിംഗ് റിഫ്ലക്സ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതൊക്കെ നേരത്തെ വിശദീകരിച്ച കാര്യമാണ്. പിന്നെ 4 മാസം കഴിഞ്ഞാൽ ഈ സക്കിംഗ് റിഫ്ലക്സ്, എന്തെങ്കിലും ഒരു വിരലോ അല്ലെങ്കിൽ നിപ്പിളോ അല്ലെങ്കിൽ മുലക്കണ്ണൊക്കെ വായിൽ വെച്ച് കഴിഞ്ഞാൽ കുടിക്കും. അതാണ് ആ റിഫ്ലക്സ്. ഈ കഴിവേ കുഞ്ഞിനുള്ളൂ. ഈ റിഫ്ലക്സുകൾ മാത്രമേ കുഞ്ഞിന് കഴിവുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമുക്ക് ഇനിയുള്ള കുഞ്ഞിന്റെ വികസനത്തെ കുറിച്ച് കാര്യമായിട്ട് ശരിയായി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മോറോ റിഫ്ലക്സിനെ കുറിച്ച് നമ്മൾ വളരെ നന്നായിട്ട് ചർച്ച ചെയ്തു. അതായത് ഒരു വലിയ ശബ്ദം അല്ലെങ്കിൽ ഒരു ചലനമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുട്ടി ഞെട്ടിക്കരയും. കരയ മാത്രം നമ്മളത് ഇതുകൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. കൈകാലുകളിൽ വലിക്കും, ഒക്കെ ചെയ്യും. അപ്പോ ഊന്നും
അതൊക്കെ ചെയ്യും. അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ജനറ്റിക് ആയിട്ടുള്ള പ്രതികരണമാണ്, അല്ലാതെ ഭയന്നിട്ടല്ല കരയണത്. നമ്മൾ ഭയന്നിട്ടാ കരുതുക എന്നുള്ളതിൽ അടിസ്ഥാനമില്ല. ജനറ്റിക് ആയിട്ട്, അതായത് ഇപ്പോ തെളിവുകളുണ്ട്. അതായത് മുതിർന്ന ആളുകൾ ഒച്ചയിട്ടാല്, അതുപോലെ തീ കത്തുന്ന ശബ്ദം, പാമ്പ് ചീറ്റുന്ന ശബ്ദം, ഇതൊക്കെ കേട്ട് കഴിഞ്ഞാലും ഇതേ റിഫ്ലക്സ് വരുന്നു. മോറോ റിഫ്ലക്സ് എന്ന് പറഞ്ഞത് കുഞ്ഞുങ്ങൾക്ക് വരുന്നുണ്ട്. അതിന്റെ അർത്ഥം അത് പണ്ട് മുതൽക്ക് ഈ ജനിതകമായ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുൻപേ നമ്മുടെ DNA-യിലും RNA-യിലും സ്റ്റോർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ ജനിതകമായിട്ടുള്ള കാര്യങ്ങൾ. ഇത്തരത്തിൽ ജനിതകമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇത്, അല്ലാതെ ഭയന്നിട്ടല്ല. അത് എന്തെങ്കിലും കണ്ടിട്ട് അത് ഭയന്നിട്ട് അങ്ങനെയുള്ള ആ ഒരു കഴിവ്, ഭയം എന്നുള്ള വികാരം കുഞ്ഞിനുണ്ടാവാൻ അതിന് സെക്കൻഡ് ഓഫ് ദ ഫസ്റ്റ് ഇയർ, അതായത് 6 മാസം കഴിഞ്ഞാലേ ഉണ്ടാവുള്ളൂ ഭയം. അതാണ് ഈ റിഫ്ലക്സുകൾ. ഇപ്പൊ 2 തൊട്ടിട്ട് 6 മാസം വരെ മാത്രമേ ഈ റിഫ്ലക്സുകൾ ഉണ്ടാവുള്ളൂ. ചില കുട്ടികൾക്ക് 2 മാസം കഴിഞ്ഞ് മാറും, ചിലർക്ക് എന്തായാലും 6 മാസത്തിലധികം ഉണ്ടാകില്ല. പിന്നെ ഈ റിഫ്ലക്സ് മാറിക്കഴിഞ്ഞാല് അത് എന്തായി തീരും എന്നുള്ളതാണ്. അപ്പൊ 6 മാസം വരെ ഈ ഞെട്ടിക്കരയണം റിഫ്ലക്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു. 6 മാസം കഴിഞ്ഞാലാണ് ഭയം ഉണ്ടാവുള്ളത്. ഈ റിഫ്ലക്സ്, ഭയം, അതിലേക്കാണോ മാറുന്നത്? അതിന് തെളിവില്ല കേട്ടോ. അങ്ങനെ ചിന്തിക്കാലോ നമുക്ക്, അങ്ങനെ. പക്ഷെ ഈ റിഫ്ലക്സുകൾ മാറിയിട്ട് സ്കീമ എന്ന് പറഞ്ഞൊരു കാര്യം ഡെവലപ്പ് ചെയ്യണമെന്ന് പറയുന്നത്, അത് നമ്മുടെ പിയാഗറ്റ്, ഈ ചൈൽഡ് ഡെവലപ്മെന്റ്, ശിശു വികസനത്തെ കുറിച്ച് ഒരുപാട് തിയറികളുണ്ട്. ഏത് തിയറിയാണ് ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ തിയറി ശരിയാണ്. ഓരോന്നും ഓരോ മേഖലയാണ് സ്പർശിക്കുന്നത്. എല്ലാം കൂടിയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമുക്ക് കുഞ്ഞിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സാർ ശരിയല്ലേ? ഇതിലൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടോ? നമുക്ക് ചൈൽഡ് ഡെവലപ്മെന്റ് തിയറീസ് എറിക് എറിക്സന്റെ ഉണ്ട്, പിയാഗറ്റിന്റെ ഉണ്ട്, പിന്നെയും ഉണ്ട് അല്ലെ, ഒരുപാട് തിയറികളുണ്ട് ഇല്ലേ? അതെ, ആ തിയറികളെല്ലാം ഉപയോഗപ്രദമാണെന്നുള്ളതാണ്. ഇതിലിപ്പോ ഇവിടെ ഞാൻ പിയാഗറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തിയറിയാണ് ഞാൻ പറയുന്നത്. അതാണ് വളരെ ഇത് അദ്ദേഹം ഘട്ടം ഘട്ടങ്ങളാക്കി, ഓരോത്തിനും ഘട്ടം ഘട്ടമായിട്ടാണ് കുഞ്ഞുങ്ങളുടെ വികസനം. അല്ലാതെ ആദ്യകാലത്ത് നമ്മൾ ഉണ്ടായിരുന്ന നമ്മളുടെ തെറ്റായ വിശ്വാസം പോലെ മുതിർന്നവരെ പോലെ ഒന്നല്ല കുഞ്ഞ്. അത് ഘട്ടം ഘട്ടമായിട്ട് ആണ് വികസിക്കുക. ഓരോ ഘട്ടത്തിലും നമ്മള് മൈൽ സ്റ്റോൺ ഡെവലപ്മെന്റ് പറഞ്ഞു. അതെ, അതും ശാരീരികമായ കാര്യമല്ലേ? അതായത് കുഞ്ഞ് ആദ്യത്തെ കുഞ്ഞിന് ഒന്നും കഴിയില്ല, കഴുത്തുറയ്ക്കുന്നില്ല, പിന്നെ കഴുത്തുറയ്ക്കുന്നു, അതുപോലെ കൈ ഒന്നാൻ പഠിക്കുന്നു, തല പൊന്തിക്കുന്നു, പിന്നെ ഈ ചെരിയുന്നു, മലക്കുന്നു, അതുപോലെ തന്നെ ഇഴയുന്നു, അല്ലെ, മുട്ടുകുത്തുന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾ ശാരീരികമായ കാര്യമാണ്. അത് മൈൽ സ്റ്റോൺ ഡെവലപ്മെന്റ്. അതിനെപ്പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ മൈൽ സ്റ്റോൺ ഡെവലപ്മെന്റിൽ തകരാറ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ മൈൽ സ്റ്റോൺ, ഈ ഓരോ ഡെവലപ്മെന്റിനും ഓരോ സ്റ്റേജ് ആയിട്ടാണെന്ന് നമ്മൾ പറയുമ്പോൾ, ഈ സ്റ്റേജിൽ എത്തുമ്പോൾ കുഞ്ഞിന് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും കുഞ്ഞിന് എന്റെ സ്വഭാവം വെച്ചിട്ട് അത് എന്റെ ഒരു ആക്ടിവിറ്റി കൂടുതലുണ്ടായിരിക്കും. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കുഞ്ഞിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇതാണ് റിഫ്ലക്സുകൾ. എന്തിനാ ഉദ്ദേശം മനസ്സിലായി? റിഫ്ലക്സുകള് ഇത് മാറിയിട്ട് പിയാഗറ്റ് എന്ന് പറഞ്ഞ ആൾ പറയുന്നത് സ്കീമ എന്ന് പറഞ്ഞ കാര്യമാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ സ്കീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവിന്റെ, ബോധത്തിന്റെ ഒരു മണ്ഡലമാണ്. ഇത് മനസ്സിനകത്ത് ഉണ്ടാകണം. അതങ്ങനെ ഡെവലപ്പ് ചെയ്ത് വെക്കണം. അങ്ങനെയാണ് കുഞ്ഞുങ്ങള് അറിവുകൾ സ്വീകരിക്കുന്നത്. ഈ പിയാഗറ്റ് എന്ന് പറഞ്ഞ അറിവിന്റെ, എങ്ങനെയാണ് അറിവ് സമ്പാദിക്കുന്നത്, അതിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ശിശു വികസനത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ സ്കീമ ഡെവലപ്പ് ചെയ്യുന്ന റിഫ്ലക്സ് എന്നാണ്. അതാണ് മനസ്സിലാക്കുന്നത്. അപ്പോ അതില് കുഞ്ഞ് ചില രീതികൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, റൈറ്റ്. എന്നിട്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്, അതിൽ ഞാൻ കൂടുതൽ പറയുന്നില്ല.
ഇങ്ങനെയാണ് അറ്റാച്ച്മെന്റുകൾ ഉണ്ടാക്കുന്നത്, ഈ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. ഒരു 3 വർഷമൊക്കെ ആവുമ്പോൾ അതങ്ങോട്ട് ശരിക്കും ഒരു ബിഹേവിയർ സിസ്റ്റം പോലെ, ഒരു പെരുമാറ്റം പോലെ ആയിട്ട് കുഞ്ഞുങ്ങളിൽ വരും. നമ്മൾ 2 വയസ്സായുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ. 3 വയസ്സാകുമ്പോൾ ഏകദേശം അതൊരു ഇതായിട്ട് വരും. അങ്ങനെ പല 2-3 തരത്തിലുള്ള അടുപ്പമുണ്ട്. അത് ഏകദേശം അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തായിട്ട് വരും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇനി 6 മാസം ഒരു പ്രധാനപ്പെട്ട കാലയളവാണ് കുഞ്ഞിന്റെ. അതില് പിന്നെ കൈ കിട്ടിയ സാധനങ്ങൾ ചില വായലേക്ക് കൊണ്ടുപോകാൻ ചില രുചികളോട് താല്പര്യം പ്രകടിപ്പിക്കും. അതുപോലെ തലയുടെ നിയന്ത്രണം ഉണ്ടാകും, മറ്റ് അത് അപ്പൊ കുറച്ചും കൂടി കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കുഞ്ഞു തുടങ്ങുന്നു. ഭാഷ നമ്മളെ കുടുംബത്തിലുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കാൻ തുടങ്ങും, അവരുടെ ശബ്ദങ്ങൾ തിരിച്ചറിയും. ഇതൊക്കെ 6 മാസമായിട്ടേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിന്റെ മുന്നേ കുഞ്ഞിതൊന്നും ഇങ്ങനെ നമ്മൾ അറിയുന്നില്ല, അമ്മയെ പോലും തിരിച്ചറിയുന്നില്ല. ഒരു അനുകൂലമായ പരിസ്ഥിതി, സ്റ്റിമുലന്റ് എന്നൊക്കെ ആ രീതിയിലുള്ള ഒരു അറിവാണ് അവർക്കുള്ളത്. ഓക്കെ, അപ്പൊ 7-12 മാസം വേറൊരു ഘട്ടമാണ്. അപ്പൊ കണ്ണിന്റെയും കൈകളുടെയൊക്കെ കോർഡിനേഷൻ കുറച്ച് മെച്ചപ്പെടും, ശരീരത്തിന്റെ ബാലൻസ് നിലനിർത്താൻ പറ്റും. പിന്നെ ഒരു വാക്ക് പറയാം 7-12 മാസം. ഇതിലെന്തെങ്കിലും അമ്മമാര്, പരിചയമുള്ള അമ്മമാര് എന്നെ കേൾക്കുന്നുണ്ട്, എന്തെങ്കിലും അവര് കണ്ടതായിട്ട് ഈ പറയുന്നതിൽ വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ ഉടനെ പറയണേ. ഇപ്പൊ ഞാന് വ്യക്തമായിട്ട് 2-3 പ്രാവശ്യം ചെക്ക് ചെയ്തിട്ടാണ് ഇതൊക്കെ പറയുന്നത്. എങ്കിൽ കൂടിയിട്ട് മിസ്റ്റേക്ക് പറ്റാലോ, മനുഷ്യനല്ലേ. അങ്ങനെയാണെങ്കിൽ എന്നെ തിരുത്തണം കേട്ടോ. ഈ ഇഗ്നോ പറഞ്ഞിട്ടുള്ള സ്റ്റെബിലൈസേഴ്സിന് അപ്പുറം ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ, ഇപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ശാരീരിക അല്ലെ, വേഗമുള്ള വികസനത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഘട്ടം ഘട്ടമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി സാമൂഹ്യ വികസനം, സോഷ്യൽ റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ, അതായത് അപ്പോ ഈ ഈ വസ്തുക്കളെ കുറിച്ചിട്ടുള്ള അറിവ്, ഈ കാണുന്ന വസ്തു കാണുമ്പോൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇല്ല എന്നൊരു അറിവ്, അത് ആ അബോധത്തിന്റെ മണ്ഡലത്തിൽ എത്തുന്നത് വലിയൊരു സ്റ്റേജാണ്. അതുപോലെ കണ്ണാടിയിലും ഫോട്ടോയിലും ഒക്കെ വീഡിയോയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഞാനാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരവസ്ഥ. ഈ രീതിയിലാണ് സാമൂഹ്യ വികസനം പോണത്. ഓക്കെ, ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. ഇതെങ്ങനെ ഓരോ വികസനങ്ങൾ വളരെ ആക്റ്റീവാണ് കുഞ്ഞിന്റെ വളർച്ചയുടെ കാര്യങ്ങൾ. അപ്പോ അതിങ്ങനെ വരുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതിനൊക്കെ പ്രോത്സാഹിപ്പിച്ചതന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ശബ്ദം, ഇതിനെ പ്രോത്സാഹിപ്പിക്കണം, കഴിയുന്നിടത്തോളം പ്രോത്സാഹിപ്പിക്കണം ഇത്തരം കാര്യങ്ങൾ. ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു നെഗറ്റീവ് പ്രതികരണം കുഞ്ഞ് ഉണ്ടാവരുത്. അങ്ങനെ വരുമ്പോ ആണ് വളർന്നു വരുന്ന കുഞ്ഞിന് സ്വയം മതിപ്പുണ്ടാവുള്ളൂ. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയം. ഈ ടോയ്ലറ്റ് ട്രെയിനിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അതിനെ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഒരു ചോദ്യം മാത്രം ഞാൻ അമ്മമാരോട് ചോദിക്കുന്നത്, ടോയ്ലറ്റ് ട്രെയിനിങ് നേരത്തെ ചെയ്താൽ എന്താ സംഭവിക്കുക? ഏത് പ്രായത്തിലാണ് ചെയ്യേണ്ടത്? ഏകദേശം അല്ലെ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 2-3 വയസ്സായല്ലേ അല്ലെ? അത് നേരത്തെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു ഉത്തരം പറയാമോ? പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ ഈ കുട്ടികളുടെ വളർത്തുന്ന കാര്യത്തിൽ ടോയ്ലറ്റ് ട്രെയിനിങ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് നേരത്തെ ചെയ്താലും സംഭവിക്കും. 2-3 വയസ്സായാലും ഇത് പറ്റുള്ളൂ എന്ന് പറയുന്നു. ആരെങ്കിലും അബദ്ധം കൊണ്ടോ അല്ലെങ്കിൽ അറിവ് കൊണ്ടോ എന്തുകൊണ്ടെങ്കിൽ അങ്ങനെ കുടുംബത്തിന്റെ രീതി കൊണ്ടോ ഒക്കെ ആയിട്ട് ഒരു നേരത്തെ ചെയ്തു. പറയൂ. ഭക്ഷണം കൊടുക്കുമ്പോ കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുക. അപ്പൊ ഏകദേശം അമ്മയ്ക്ക് ഒരു ധാരണ ഉണ്ടായി, ഇന്ന സമയത്താണ് കുട്ടി അപ്പിയിടുക. അത് അപ്പം കറക്റ്റ് ആയിട്ട് ആ കുട്ടീനെ അത് ചെറുപ്പത്തിലെ ഒരു 3-4 മാസത്തിലേ അങ്ങനെ കൊണ്ടുവന്നാൽ ശരിക്കും അത് നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. അല്ലാണ്ട് പെട്ടെന്ന് 3 വയസ്സിൽ മാത്രം അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാലൊന്നും ശരിയാവൂല. നേരത്തെ ചെറുങ്ങനെ നമ്മള് കുറച്ച് റെഗുലേറ്റ് ചെയ്യണം എല്ലാ കാര്യങ്ങളും. ഏത് സമയം പാല് കൊടുക്കുക അങ്ങനെ ചെയ്യാൻ പാടില്ല. 2 മണിക്കൂർ ഇടവിട്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ എപ്പോഴാണ് അപ്പിയുടെ ഏകദേശം അമ്മയ്ക്കൊരു ധാരണ ഉണ്ടാവും, അതനുസരിച്ച്
ട്രെയിനിങ് കൊടുക്കുമ്പോൾ ശരിക്കും കുട്ടി അതുമായിട്ട് അഡ്ജസ്റ്റ് ആകും. ഓക്കെ, മാം പറഞ്ഞത് ഇതാണ്, അതായത് സമയത്തിന് ഭക്ഷണം കൊടുക്കുക, എന്നിട്ട് അപ്പൊ അതിനനുസരിച്ച് കുഞ്ഞ് അഡ്ജസ്റ്റ് ആവും. പക്ഷെ ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ കുഞ്ഞ് ഈ ടോയ്ലറ്റിൽ പോയിട്ടേ ഇത് സാധിക്കാവുള്ളൂ. അതാണ് ടോയ്ലറ്റ് ട്രെയിനിങ് ആ ആ 3 വയസ്സിന് മുന്നേ ഒന്നും ചെയ്യാൻ പാടില്ല സാറേ. കാരണം എന്ന് പറഞ്ഞാല് ഒരു ആ. കുഞ്ഞിന് അത് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് സാർ ഉദ്ദേശിക്കുന്ന അങ്ങനെയല്ല, സ്വന്തമായിട്ടാണോ അത് ചെയ്യുന്നത്? എന്നോട് ചോദിക്കും, മാം പറയും, മാമിനാണ് പരിചയം. അതന്നെ. അപ്പം ശരിക്കും പറഞ്ഞാല് ഇപ്പം സാധാരണ രീതിയിൽ കിടന്നിട്ടാണല്ലോ അങ്ങനെ കുട്ടികളെ സാധിക്കുക. അതിലുപരി ടോയ്ലറ്റ് ട്രെയിനിങ് ആ സമയത്ത് തന്നെ ചെയ്താലേ നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റും. അല്ലാതെ പിന്നെ ഈ നമുക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കുറെ നേരത്തെ ആക്കാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. അല്ല, എന്റെ ചോദ്യം നേരത്തെ ഇപ്പൊ അഥവാ ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നുള്ള ചോദ്യം. നേരത്തെ ഈ മാം പറഞ്ഞത്, അമർജ്യോതി മാം പറഞ്ഞതിന്റെ കാര്യത്തെ കുറിച്ച് പറയട്ടെ. മാം ഇപ്പോ ഈ ജനിച്ചു വീണുകൊണ്ട് നവജാത ശിശു 3 മണിക്കൂറിലേ ഉണരുള്ളൂ, 3 മണിക്കൂർ കഴിഞ്ഞാലേ ഉണരുള്ളൂ. അപ്പൊ അതിന് അപ്പോഴേ കൊടുക്കാൻ പറ്റുള്ളൂ ഭക്ഷണം. കുഞ്ഞ് നമ്മളെയാണ് നിയന്ത്രിക്കുന്നത്. നമുക്ക് കുഞ്ഞിനെ നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഈ 16 മണിക്കൂർ കുഞ്ഞ് ഉറങ്ങും മാക്സിമം. അതിൽ 3 മണിക്കൂർ കഴിഞ്ഞാൽ ഉണരും. ഉണർന്നു കഴിഞ്ഞാൽ വിശന്ന് കരയും, കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്, വീണ്ടും ഉറങ്ങില്ല. അപ്പൊ അവിടെ നിയന്ത്രണം, നമുക്ക് പിന്നീട് നിയന്ത്രണം വരുന്ന ഒരു സമയം ഇപ്പൊ ഉണ്ടാകാം. ആ സമയത്ത് അങ്ങനെ ചെയ്യാമെന്നാണ് മാം പറഞ്ഞല്ലേ. പക്ഷെ ഇവിടെ മനസ്സിലാക്കുന്നത് ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മള് ഇന്നടത്ത് കാര്യം സാധിക്കണം എന്നുള്ളതാണ്. അതാണ് ട്രെയിനിങ് അല്ലേ. അവിടെയാണ് അതല്ല, ഒരു റെഗുലേഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ആ കുട്ടി ടോയ്ലറ്റ് പോവാന്നുള്ളതല്ല, ആ ട്രെയിനിങ്. അതായത് നമ്മളെ 3 മണിക്കൂർ കഴിഞ്ഞാൽ കുട്ടി അപ്പൊ ഞാനൊക്കെ ചെയ്യാറുള്ളത്, എന്റെ അച്ഛമ്മയൊക്കെ പറഞ്ഞു തന്നത്, കാലില് പിടിക്കുക. കുട്ടി ഏകദേശം അപ്പിടുന്ന സമയമാവുന്നവരെ കാലില് പിടിക്കുക. അപ്പൊ അങ്ങനെ ശീലം പിന്നെ കാലില് പിടിച്ചാലാണ് കുട്ടി അപ്പിടുകയും മൂത്രമൊഴിക്കുകയും ചെയ്യുക. അങ്ങനെ ചെറുപ്പത്തിലേ അങ്ങനെ ശീലിച്ചാ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ആർക്കും. അന്നൊന്നും നമ്മൾ ഡയപ്പറൊന്നും ഇല്ലായിരുന്നു. ഞാനൊക്കെ എന്റെ പ്രസവിച്ച സമയത്ത് ഡയപ്പറൊന്നും അങ്ങനെ ഇതായിട്ടില്ലായിരുന്നു. അപ്പൊ ആ ട്രെയിനിങ്ങിലൂടെയാണ് കുറെയൊക്കെ ഇതാക്കിയത്. അങ്ങനെ ഹാർഡ് ആൻഡ് ഇതായിട്ടുള്ള റൂളല്ല ഞാൻ പറയുന്നത്. ഒരു ചെറിയൊരു പരിശീലനം ചെറുപ്പത്തിലേ കൊടുക്കുമ്പോ അത് ശരിയാവും. അല്ലാണ്ട് ഹാർഷ് റൂളൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ സാറേ, ഈ ടോയ്ലറ്റിന്റെ ടോയ്ലറ്റ് തന്നെ പോണെന്നുള്ള ആണല്ലോ സാർ ഉദ്ദേശിച്ചത്. അതെ, അതാണല്ലോ ടോയ്ലറ്റ് ട്രെയിനിങ്. ഓക്കെ, അത് മനസ്സിലായി. അപ്പം അത് നമ്മുടെ ഇവിടെ അങ്ങനത്തെ ക്ലോസറ്റുകൾ വന്നിട്ടുണ്ടോന്ന് അറിയില്ല. നമുക്കെല്ലാം വലിയവർക്കുള്ള ക്ലോസറ്റ് ആണ് എല്ലായിടത്തും ഉള്ളത്. ചെറിയ കുട്ടിക്കുള്ള ക്ലോസറ്റ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നില്ല ബാത്റൂമിൽ, ടോയ്ലറ്റിൽ ഫിറ്റ് ചെയ്യുന്നില്ല. അതേസമയം മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഈ കിൻഡർ ഗാർട്ടനിൽ കുട്ടിക്ക് തന്നെ പാകത്തിനുള്ള ടോയ്ലറ്റ് ഇതുണ്ട്, ക്ലോസറ്റ് ഉണ്ട്. അപ്പൊ അത് വളരെ എളുപ്പമാണ്. അപ്പൊ അവിടുന്നാണ് ആ കുട്ടിക്ക് ട്രെയിനിങ് കിട്ടുന്നത്. 2.5 വയസ്സിൽ ആ കുട്ടിക്ക് അവിടുന്ന് ട്രെയിനിങ് കിട്ടുന്നുണ്ട് ടോയ്ലറ്റ് പോകാൻ. അപ്പൊ അത് നല്ലൊരു ആത്മവിശ്വാസം വരും. പിന്നെ പതുക്കെ പതുക്കെ നമ്മുടെ വീട്ടിലാണെങ്കിൽ അങ്ങനത്തെ ടോയ്ലറ്റ് അഥവാ ഇല്ലെങ്കിൽ സ്റ്റൂളൊക്കെ വെച്ച് കൊടുത്ത് ചെയ്യുമ്പോൾ കുട്ടിക്ക് ബുദ്ധിമുട്ടില്ല. എല്ലാ സംവിധാനവും വേണം, എന്നാല് അത് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ നേരത്തെ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നമ്മൾ ഈ പോട്ട് വാങ്ങിയിട്ട് ഇരുത്തുന്നതും കാലുമ്മൽ ഇരുത്തുന്നതും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. സാധാരണ ചെറിയ പോട്ട്, വീട്ടിന്റെ ഉള്ളിൽ വെക്കുന്ന പോട്ട് വാങ്ങിയിട്ടല്ലേ നമ്മൾ ചെയ്യിപ്പിക്കാറ് കുട്ടികളെ. അപ്പൊ ഞാനിപ്പോ ഒരു ഇത് വെച്ചിട്ടുണ്ട്, സ്ലൈഡ് വെച്ചിട്ടുണ്ട്. അതില് 3ാമത്തെ മെത്തേഡ്, കുട്ടിയുടെ ജനനം മുതലേ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പരിശീലിപ്പിക്കുക. ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്, എലിമിനേഷൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഈ ലോകത്ത് മുഴുവൻ എല്ലാം കൂടിയിട്ട് എടുത്തിട്ടാണ് ഈ രീതി നമ്മുടെ പരമ്പരാഗത രീതി. എന്റെ മൂത്ത മോനും അങ്ങനെയാണ്, എന്റെ അമ്മയാണ് ശീലിപ്പിച്ചത്. അതിങ്ങനെ ഈ കാലിൽ ഇരുത്തിയിട്ടുള്ള, അത് നല്ലൊരു സിസ്റ്റമാണ് അത്. പക്ഷെ ഇന്നത്തെ അമ്മമാര് തലമുറ അത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പോ ഇത് ഇങ്ങനെ പല മെത്തേഡ്. ഒറ്റൊരു സെക്കൻഡ്. അതായത് ഇപ്പം രണ്ടുപേര് പറഞ്ഞ പോലെ തന്നെ കാലിലിരുത്തിയിട്ട് ചെയ്യുമ്പോ ചില സമയത്ത് മൂത്രയിക്കാൻ വരെ കാലിലിരുത്തിയിട്ടാകുമ്പോ കുട്ടി ഒഴിച്ചില്ലെങ്കിൽ നമ്മളെ അമ്മക്ക് പറഞ്ഞേരെ
നമ്മളെ വായുകൊണ്ട് എന്നുള്ള സൗണ്ട് ഉണ്ടാക്കിയാൽ അത് ഫോളോ ചെയ്തുകൊണ്ട് ആ കുട്ടി മൂത്രയിക്കും. അതുപോലെ ചെറിയ ഇപ്പൊ മാം പറഞ്ഞ പോലെ ചെറിയ ഇത് ടോയ്ലറ്റിന്റെ ആകൃതിയിലുള്ള ഇപ്പൊ ടോയ് പോലത്തെ ആകൃതിയെല്ലാം വരുന്നുണ്ട്. അതിൽ ഇരുത്തി കഴിഞ്ഞിട്ട് ഇപ്പൊ മോളെ കുട്ടികൾ ഇവിടെ 3 വയസ്സിൽ വന്നിരുന്നു, അവർ UK-ലാണ്. അപ്പൊ മോൾ എന്ത് ചെയ്തു പറഞ്ഞാല് സെപ്പറേറ്റ് ടോയ്ലറ്റ് സീറ്റ് വാങ്ങും. അത് നമ്മുടെ ടോയ്ലറ്റിന് ആ സീറ്റ് ഫിറ്റ് ചെയ്യും. കാരണം വലിയ ആളും ചെറിയ കുട്ടികളും ഒരേപോലെ ഇതാക്കുന്ന രോഗം വരും, അങ്ങനെയുള്ള അവര് അങ്ങനെയാണല്ലോ. എന്നിട്ട് ഈ കൊണ്ടുപോകുമ്പോ എവിടെയെങ്കിലും യാത്ര പോകുമ്പോ വരെ ഈ ടോയ്ലറ്റ് സീറ്റ് നമ്മൾ കൊണ്ടുപോകും. അങ്ങനെ അവര് ശീലിച്ചിരുന്നു. താങ്ക് യു സാർ. അതിവിടെ ഇപ്പൊ എല്ലാ പുതിയ തലമുറ അങ്ങനെ തന്നെയാ ചെയ്യുന്നത്. ആ സാധനം അവരുടെ കയ്യിലുണ്ടാവും എവിടെ പോകുമ്പോഴും. അതൊക്കെ ചോദിച്ചോട്ടെ. എന്റെ ചോദ്യം വളരെ വളരെ ഈ ക്ലാസ്സിന് ഉപകാരപ്രദമായ ഒരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. വളരെ വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. അത് ശ്രദ്ധിക്കേണ്ട, അമ്മമാര് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അതിന്റെ ഉത്തരം എനിക്ക് ഇതേവരെ കിട്ടിയൊരു സംശയമുണ്ട്. ഞാൻ ചോദിച്ചത് ഇത് 2-3 വയസ്സായിട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു, ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ നേരത്തെ ചെയ്താൽ എന്താണ് ദോഷം, എന്താണ് പ്രശ്നം എന്നാണ് ചോദ്യം. നേരത്തെ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്താൽ ഒരു ദോഷവുമില്ല. ദോഷമില്ല, ഒരു ദോഷമില്ല, ഒരു ദോഷമില്ല. അതാണ് മാമിന്റെ അഭിപ്രായം. അതെ സാർ. സാറേ അവർക്ക് ഇരിക്കാൻ പറ്റുന്ന സ്റ്റേജ് ആയിരിക്കണം സാറേ. അവര് ചിലപ്പം ഈ കുട്ടികള് ശരിക്കും ഈ ഇരുത്താൻ പറ്റാത്തൊരു ഇങ്ങനെ അവര് സോഫ്റ്റ് ബോഡി അല്ല, അപ്പൊ ഇരുത്താൻ പറ്റാത്തൊരു സ്റ്റേജ് ഉണ്ടാവില്ലേ, അപ്പൊ ഇരുത്താൻ പറ്റില്ല. അവര് ഓട്ടോമാറ്റിക്കലി നമ്മൾ എടുത്തിട്ട് ആ കുട്ടി ഇരുന്ന സ്ട്രൈറ്റ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അപ്പൊ ഇപ്പൊ എലിമിനേഷൻ കമ്മ്യൂണിക്കേഷൻ സാറേ ഞാൻ മനസ്സിലാക്കിയ ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാല് ഒരു ചെറിയൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ മാത്രമാണ്, അല്ലാണ്ട് ഈ ടോയ്ലറ്റ് കൊണ്ട് ഇരുത്തുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ടോയ്ലറ്റ് കൊണ്ട് ഇരുത്തല്ല, അതായത് കുട്ടീന്റെ മലമൂത്ര വിസർജനം നമ്മള് കുട്ടി അപ്പിയിട്ട ഉടനെ തന്നെ നമ്മൾ വൃത്തിയാക്കണം. ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും. അതില്ലാതാക്കാൻ നമ്മൾ ചെറുപ്പത്തിലെ ആ വൃത്തികേട് പെട്ടെന്ന് മാറ്റണം. ആ ട്രെയിനിങ് അത് വൃത്തികേട് മാറ്റിയിട്ടില്ലെങ്കിൽ ആ കുട്ടീന്റെ മാനസികമായിട്ട് അത് ശരിക്കും അത് ബാധിക്കും. അതാണ് ടോയ്ലറ്റ് ട്രെയിൻ. പിന്നെ സാവധാനത്തിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി പല മെത്തേഡ് കുട്ടീനെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ മെത്തേഡ് ഇതാക്കണം. അല്ലാണ്ട് ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതെന്നല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇത് പാരന്റ് ആണ് അതിനെ ശ്രദ്ധിക്കുന്നത്. അതായത് ടോയ്ലറ്റ് ഇരുത്തുന്നതല്ല, എല്ലാ കാര്യത്തിലും അപ്പിയിട്ടാലും മൂത്രം ഒഴിച്ചാലും നമ്മളത് വൃത്തിയാക്കണം. വൃത്തിയാക്കി സാവധാനത്തിൽ അതിന്റെ ട്രെയിനിങ് കൊടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് വേറെ തന്നെ ടോയ്ലറ്റ് ഇരുത്തുന്നതിനേക്കാളും ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത് ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അല്ല മാഡം, ടോയ്ലറ്റിൽ പോയി സ്വന്തമായി പോകുമ്പോൾ കുട്ടിക്ക് ഭയങ്കര ഒരു ആത്മവിശ്വാസം വരുന്നുണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ടതാണ്. അതല്ല മാം, അത് വലുതാവണ്ടേ, ഇത് ചെറിയ കുട്ടീനെ ഒരു 3 വയസ്സുള്ളപ്പോ തന്നെ കുട്ടിക്ക് ടോയ്ലറ്റിൽ സ്വന്തം പോയി വരുമ്പോ ആ ഇറങ്ങി വരുമ്പോൾ ആ ചിരിയൊക്കെ ഒന്ന് കാണണം. അതെ, ഇതിന് കാരണം എന്താ പറയുക, ജനിച്ച ആ നിമിഷം മുതൽ തന്നെ, അന്ന് മുതൽ തന്നെ മണം അറിയാൻ പറ്റും കുഞ്ഞിന്. നല്ല മണത്തെ തിരിച്ചറിയാൻ പറ്റും. അപ്പൊ അതിന് തന്നെ ബുദ്ധിമുട്ടുണ്ട് ഈ മോശം മണത്തില് ഇരിക്കുന്നതിന്, അതിന്റെ അവസ്ഥയിലൊക്കെ. ഡയപ്പർ സിസ്റ്റം വന്നപ്പോ ഈ മണം വെച്ച് മെനക്കെട്ട് വൃത്തിയാകാതെ നടക്കുന്ന പിള്ളേരെ കണ്ടിട്ടുണ്ട്. അവർക്ക് ചൂടും തണുപ്പിന്റെ പ്രശ്നം വരും. അങ്ങനെ അവര് ഡിസ്ട്രെസ്ഡ് ആയിരിക്കും, കരയും ഒത്തിരി. അപ്പോ നമ്മൾ നേരത്തെ ഇന്നലെ ചർച്ച ചെയ്ത പോലെയുള്ള അറ്റാച്ച്മെന്റ് അല്ലെ, അമ്മയും കുഞ്ഞും തമ്മിലുള്ള അറ്റാച്ച്മെന്റ് പ്രാരംഭ ഘട്ടത്തൊക്കെ പെശകായി വരും. ആ വളർന്നു വരുന്ന കുഞ്ഞ് മോശമാവും, ജീവിതം തന്നെ, ആ മനുഷ്യന്റെ ജീവിതം തന്നെ മോശമാവും എന്നാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ആ രീതിയിലൊക്കെ കാര്യങ്ങൾ പോകും എന്നുള്ളതാണ്. അപ്പൊ അത് ആണ്. അപ്പൊ എന്റെ ചോദ്യം മാം ഇതാണ്. ഇപ്പൊ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ടോയ്ലറ്റ് ട്രെയിനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുഞ്ഞ് സ്വയം മൂത്രമൊഴിക്കാനായാലും അതുപോലെ ടോയ്ലറ്റ് പോകാൻ ആയാലും അത് സ്വയം അത് ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ്, അതിൽ സംശയമൊന്നും വേണ്ട. അപ്പൊ അതിന് പോകണം, അതിനാണ് നമ്മൾ കാലിലും കൊണ്ട് ഇരുത്തുന്നത്. അപ്പൊ ആ സമയമായി കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിന് മാം പറഞ്ഞ കാര്യം, അമർജ്യോതി മാം പറഞ്ഞ കാര്യം കറക്റ്റ് തന്നെയാണ്. കറക്റ്റ് സമയത്ത് ഭക്ഷണം കൊടുക്കുക, അങ്ങനെ ചിട്ട ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അത് ആദ്യം പറ്റൂല, പിന്നീട് നമുക്ക് പറ്റും. ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ
എത്ര 4 മാസം വരെ ദ്രവപദാർത്ഥം നമ്മൾ പക്ഷെ 28 ആയി കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് ഖരപദാർത്ഥങ്ങളൊക്കെ കൊടുക്കും അല്ലെ, കായ വരക്കിയതൊക്കെ കൊടുക്കല്ലോ. പക്ഷെ അത് പാടില്ല എന്ന് ഇന്നത്തെ ഇല്ല സാറേ, ഇല്ല. ഇപ്പൊ 6 മാസം കഴിഞ്ഞാലാ കൊടുക്കുക. 6 മാസം. ഇപ്പൊ കണക്ക് 6 മാസം തന്നെയാണ്. മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. 6 4 മാസം മാസം 6 മാസം 4 മാസം മിനിമം എന്തായാലും 6 മാസമാണ് കറക്റ്റ്. അപ്പോ അത് പക്ഷെ നമ്മൾ 28, എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുണ്ട് 28ഒക്കെ ആകുമ്പോ ചെറുതായിട്ട് ഒരു സ്പൂണൊക്കെ കായ വരക്കിയിട്ട് നെയ്യും ചേർത്ത് വരക്കിയിട്ട് കുന്നം കായ ഞങ്ങളുടെ സാറേ, ആ അങ്ങനെ കൊടുക്കാതിരിക്കാനുള്ള റീസൺ എന്താണെന്നറിയാം സാറേ? നമ്മള് അമ്മിഞ്ഞപ്പാൽ തന്നെ കുട്ടികൾക്ക് കഴിവതും കൊടുക്കണം. ഇപ്പൊ 6 മാസം കഴിഞ്ഞിട്ട് ഒരു മുട്ട പുഴുങ്ങിയതിന്റെ ഇതോ ചെറിയ പീസോ, അല്ലെങ്കിൽ ഒരു നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ടോ, അല്ലെങ്കിൽ മുത്താറിന്റെ ചെറിയ പാലെടുത്തിട്ട് അങ്ങനെ കൊടുക്കുന്നത് 6 മാസമെങ്കിലും ആ കുട്ടി നല്ല രീതിയിൽ തന്നെ ആ പാല് കുടിക്കണം എന്നുള്ള ഇതിലാണ് സാറേ നമ്മളല്ല അമ്മ പറയല്. അല്ല, അത് മാം അതേ പറ്റൂ കുട്ടിക്ക് ദഹിക്കാനും ആക്സെപ്റ്റ് ചെയ്യാനും ശരീരത്തിന് ഇതേ പറ്റുള്ളൂ. ഒന്നുകൂടി മുലപ്പാല് അല്ലെങ്കിൽ അതിന് പകരമാക്കുന്ന ഫോർമുലകൾ കുറച്ച് 2-3 ടൈപ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ പ്രധാനപ്പെട്ട കാര്യം, ചില കുഞ്ഞുങ്ങൾ വല്ലാതെ കരയല്ലോ, ഇംഗ്ലീഷിൽ അതിന് കോളിക് എന്ന് പറയാം. അപ്പൊ എന്ത് ചെയ്യും? വല്ലാതെ കരയും കുട്ടികൾ. അപ്പൊ ഇതും മുന്നേ പ്രസവിച്ചന്ന് മുതലുള്ള കാര്യം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? കോളിക് എന്നാണ് അതിന് പറയാം. അപ്പൊ അതെന്ത് ചെയ്യാൻ പറ്റും? എന്താണ് അങ്ങനെ വല്ലാതെ കരയുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെന്താ ചെയ്യാം? മുലപ്പാലിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ഖരപദാർത്ഥങ്ങൾ അതിന്റെ കാര്യമുള്ള എനിക്കത് മനസ്സിലാത് വന്നത്. അപ്പോ അതിന് കാരണം എന്തായിരിക്കും? വല്ലാതെ കരയുന്ന കുട്ടികൾ. അതിനൊരു റീസൺ ചിലപ്പം ഈ അമ്മിഞ്ഞപ്പാല് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ആദ്യത്തെ പ്രസവമാണെങ്കിൽ കുട്ടിക്ക് അറിയില്ല കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നും അപ്പൊ അതിന്റെ ഒരു പോരായ്മ ഉണ്ടാവും. അപ്പൊ കുട്ടി കുടിക്കുന്നതായിട്ട് നമുക്ക് തോന്നും, പക്ഷെ മതിയാവുന്നുണ്ടാവില്ല. അങ്ങനെ കരയുന്ന കുട്ടികളുണ്ട്. അമ്മിഞ്ഞപ്പാലുണ്ട് കുഞ്ഞിന്റെ അമ്മയ്ക്ക് അറിയുകയും ചെയ്യാം കൊടുക്കാനായിട്ട്. എന്നിട്ടും കുഞ്ഞു കരയണം. ഇഷ്ടംപോലെ അമ്മിഞ്ഞപ്പാലുണ്ട് അമ്മയ്ക്ക്, അത് കൊടുക്കാനും അമ്മയ്ക്ക് അറിയാം. പക്ഷെ എന്നിട്ടും കുഞ്ഞു കരയുന്നെങ്കിലോ? കുഞ്ഞിന് വയറുവേദന എങ്ങനെ ഉണ്ടാവും? അതില്ല, വയറുവേദന ഒന്നുമില്ല. എങ്കിലോ? കുഞ്ഞിന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാവും? അതായത് കുഞ്ഞിനെ അതായത് കുഞ്ഞിന് ഭയങ്കര സ്നേഹം ആവശ്യമുണ്ടാവും, പാമ്പറിങ് ആവശ്യമുണ്ടാവും. അതൊന്നും ശരിക്കും കിട്ടുന്നില്ലെങ്കിൽ അത് ഓരോ കുട്ടികളിലെ ഇങ്ങനത്തെ ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പൊ ആ കുട്ടീന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ പാരന്റ് ആ കുട്ടിയായിട്ട് ഭയങ്കരമായിട്ട് സിങ്കിങ്ങിൽ, ആ ഫ്രീക്വൻസി ലെവലിലാണെങ്കിൽ ആ കുട്ടീനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ചില പ്രായമുള്ള ആൾക്കാർ കുട്ടികളുടെ അടുത്ത് അപ്പൊ കരച്ചിൽ നിർത്തൂലേ, അത് ആ കുട്ടീനെ വിചാരിച്ച രീതിയിൽ അവര് ചേർത്ത് പിടിക്കുന്നുണ്ടല്ലേ. വേറൊരു കാര്യമുണ്ട് സാറേ, നമ്മളിപ്പം ആ കുട്ടി നല്ല കംഫർട്ടായിട്ട് ഒരു സംഭവത്തിൽ കിടന്നിട്ടാണ് പുറത്തേക്ക് വരുന്നത് പ്രസവം. അന്നേരം നമ്മള് ഈ വന്നിട്ടുള്ള ഈ ലോകമായിട്ട് കുട്ടിക്കൊന്ന് പൊരുത്തപ്പെടണം. ചില കേസിൽ അങ്ങനെയും കരയാറുണ്ട്. അങ്ങനെ ആണെങ്കിലും ഇപ്പൊ മാം പറഞ്ഞ പോലെ നല്ല പണ്ടത്തെ അമ്മമ്മമാരും അമ്മൂമ്മമാരൊക്കെ ആ കുട്ടീനെ വളരെ നല്ല രീതിയിൽ ഇങ്ങനെ തോളത്തിട്ടിട്ടൊക്കെ തട്ടിയിട്ടും അതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ സാറ് പറഞ്ഞ പോലെ എന്നിട്ടും നിർത്താതെ കരയുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉണ്ടോ? അതെന്തുകൊണ്ടാ? അപ്പൊ എന്ത് ചെയ്യും? കുട്ടികൾക്കൊക്കെ അറ്റൻഷൻ സീക്കിംഗ് ഉണ്ടല്ലോ. അയ്യോ, ഈ പ്രായത്തിലോ? വളരെ തീരെ കുഞ്ഞിന് പോലും അറ്റൻഷൻ സീക്കിംഗ് ഉണ്ട്. അതുണ്ടായിരിക്കും. അതെന്താന്ന് വെച്ചാല് കുട്ടീനെ എടുത്ത് മടിയിൽ വെച്ചിട്ട് കുട്ടിയുടെ മുഖത്തോട്ട് നോക്കി വല്ലാതെ സംസാരിക്കും ചില ആളുകൾ. കുട്ടിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ കുട്ടി എത്രയും വേഗം ചിരിക്കും. മറ്റു കുട്ടികളൊക്കെ ചിരിക്കുന്നേക്കാളും മുമ്പേ ചിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ. അത് രമാവതി മാം പറഞ്ഞത് ആ തരംഗദൈർഘ്യത്തിന്, ആ വേവ് ലെങ്ത്തിലേക്ക് അമ്മ ചെല്ലാണ്. കുഞ്ഞിന്റെ മാനസികാവസ്ഥയിലേക്ക് അമ്മ ചെല്ലുമ്പോ കുഞ്ഞ് അതിനനുസരിച്ച് അങ്ങനെ, അതാണ് കാര്യം. ഇവിടെ ചോദ്യം അതല്ലല്ലോ. ഇപ്പോ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, എന്നിട്ടും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ലെങ്കിൽ നമ്മള് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല് കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എന്തോ ഒരു ഘടകം അമ്മ നൽകുന്ന മുലപ്പാലിലില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ച് അമ്മയുടെ ഭക്ഷണം നന്നാക്കണം. അമ്മയുടെ ഭക്ഷണത്തില്
ഏതോ പോഷക പദാർത്ഥത്തിന്റെ കുറവുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഇങ്ങനെ വരികയാണെങ്കിൽ ഇങ്ങനെ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. മറ്റേ കുഞ്ഞിന് രോഗമുണ്ട്, അതൊക്കെ സമ്മതിച്ചു, അതിലൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇടപെടുന്നില്ല. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടും കുഞ്ഞു കരയാണെങ്കിൽ ഇങ്ങനെയൊരു കാര്യമുണ്ട് എന്നും കൂടി മനസ്സിലാക്കണം എന്നുള്ളതാണ്. മാമ്മാരെ ഒരു കാര്യം പറഞ്ഞുള്ള നേരത്തെ പറഞ്ഞുള്ള ടോയ്ലറ്റ് ട്രെയിനിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലെ. നേരത്തെ ടോയ്ലറ്റ് ട്രെയിനിങ്ങിന് ശ്രമിച്ചാൽ പറ്റാവുന്ന അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സമയം നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും. അതാണ് മനസ്സിലാക്കേണ്ടത്. അതിന്റെ ആ കറക്റ്റ്, അതായത് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ഈ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഞാനിത് സമ്പാദിച്ച അറിവ് മാത്രമാണ്. അതിന്റെ ഒരുപാട് ലക്ഷക്കണക്കിന് ഇരട്ടിയാണ് പരിചയമുള്ള അമ്മമാരുടെ സാമീപ്യം. അപ്പൊ അങ്ങനെയാണ് കുഞ്ഞിനെ ഏറ്റവും നന്നായിട്ട് വളരാൻ പറ്റുക. അപ്പൊ അതാണ് കാര്യം. അപ്പൊ ഇതാണ് ഈ നേരത്തെ നമ്മൾ ഇങ്ങനത്തെ ഒരു വിവേകസന ഘട്ടങ്ങൾ കുഞ്ഞുങ്ങളുടെ ഇത് മനസ്സിലാക്കാതെ അവരോട് പ്രതികരിക്കാൻ തുടങ്ങിയാൽ നമ്മളാണ് വിട്ടികളാവുക. നമുക്ക് കൂടുതൽ സമയം ചെലവഴിക്കും. നേരത്തെ ഇതിപ്പോ കറക്റ്റ് ടൈം 2 കൊല്ലം 2 വയസ്സൊക്കെ ആയിട്ട് 2 വയസ്സിനും 3 വയസ്സിനും ഇടയ്ക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ പ്രവൃത്തിയിൽ വിജയിക്കാൻ പറ്റും. നമുക്കറിയാം, ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ല, ഈ ടോയ്ലറ്റ് ട്രെയിനിങ്ങിന്റെ സമയത്താണ് ഏറ്റവും അധികം ഭേദ്യം ചെയ്യുക അമ്മമാര് കുട്ടികളെ. അത് വളരെ തെറ്റ്, അത് വളരെ മോശമായിരിക്കും. ഡിസ്റ്റർബൻസ് ആണല്ലേ, കുഴപ്പമില്ല. അപ്പൊ ഇത് ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കണം അല്ലെ. ഈ അങ്ങനത്തെ കോളിക് അവസ്ഥ വരികയാണെങ്കിൽ, ഒരുപാട് കരയുന്ന അവസ്ഥ വരുന്നുണ്ടെങ്കിൽ ഇതും കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒന്ന് മനസ്സിലാക്കണം. കുഞ്ഞിനെ മാത്രം നോക്കിയാൽ പോരാ, അമ്മേനെയും കൂടി നോക്കണം. അമ്മയുടെ പിന്നെ ഇപ്പൊ മുലപ്പാലില്ലെങ്കിൽ ഒരു പ്രത്യേക ഫോർമുലയാണ് കൊടുക്കണമെങ്കിൽ ആ ഫോർമുല മാറ്റണം. 2-3 ടൈപ്പ് ഫോർമുലകളുണ്ട് അവൈലബിൾ. അത് മാറ്റാനുള്ള പരിപാടി അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞാൻ വേറെ ഇതിലോട്ട് പോവാണ്. ഓക്കെ, ഇപ്പൊ ഇതാണ്. ഇപ്പൊ ജനിച്ച ഉടനെ വേറൊരു രീതിയിലേക്ക് ഞാൻ എന്റെ ക്ലാസ്സിൽ കൊണ്ടുപോകാണ്. ഇപ്പൊ പറഞ്ഞതെല്ലാം കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞതില് ഇതൊന്നുമില്ലല്ലോ. കാരണം ഇതൊരു മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ വെറുതെ അറിയാതെ, കുഞ്ഞിനെ പറ്റി അറിയാതെ നമ്മള് മുന്നിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വിഡ്ഢികളാവാൻ നമ്മളുള്ളൂ. ഈ സമയം എത്തിക്കഴിഞ്ഞ് 2 വർഷം 3 അങ്ങനത്തെ ഈ സമയത്തിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കാര്യം നടക്കും. മറ്റേത് നമ്മൾ ഒരുപാട് ഹിമാലയൻ ചെയ്തിട്ട് നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും. കുഞ്ഞിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ പറഞ്ഞു, ആദ്യം ജനിക്കുന്ന കുഞ്ഞിന്റെ റിഫ്ലക്സുകളേ ഉള്ളൂ. റിഫ്ലക്സുകളിൽ നിന്നും സ്കീമ ഡെവലപ്പ് ചെയ്യും. അത് പാഗറ്റ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടെത്തിയത്. ഇത് അപ്പോ അദ്ദേഹം പല ഘട്ടങ്ങളായിട്ടാണ് കുഞ്ഞിന്റെ വികസനം പറഞ്ഞത്. പല ഘട്ടങ്ങളായിട്ട് പറഞ്ഞു. പിന്നെ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് 2 വയസ്സ് വരെയുള്ള കാലഘട്ടമുണ്ട്. ഇതാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ. അപ്പൊ ആദ്യ റിഫ്ലക്സ് അറിവിന്റെ മണ്ഡലം, ബോധമണ്ഡലം വികസിക്കാന്ന് മനസ്സിലാക്കിയാൽ മതി. സ്കീമ എന്ന് പറഞ്ഞാൽ അതാണ്. അതില് ഓരോരോ വിവരങ്ങള് കുഞ്ഞ് ശേഖരിക്കും. അങ്ങനെയാണ് കുഞ്ഞിന്റെ അറിവ് ബലപ്പെടുന്നത്. അപ്പൊ അതിന് സമയം വേണം. അതാണ് കാര്യം. അതെങ്ങനെയാണ് ഞാൻ ഇനി വരുന്ന ക്ലാസ്സിലെല്ലാം വിശദമായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് എന്താ ഒരു റൂട്ടിംഗ് റിഫ്ലക്സിന്റെ കാര്യമാണ്. അതായത് വിരലിങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് തല ഇങ്ങനെ അതിനോടൊപ്പം കൊണ്ടുപോകും അല്ലെ, എന്നിട്ട് വായ വിളിക്കും അല്ലെ. ആ സമയത്ത് തന്നെ കുഞ്ഞിന് തിരിച്ചറിയാൻ പറ്റും അല്ലെ. അപ്പൊ ശരീരം, ഇത് എന്റെ ശരീരം, അമ്മയുടെ ശരീരം, ഇതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അപ്പൊ സംരക്ഷണം എന്നുള്ള ഒരു ചിരിക്കുന്ന കുഞ്ഞിനുണ്ട്. അല്ലാതെ കുഞ്ഞിനെ നോക്കാത്തവരോട് ദേഷ്യം പ്രകടിപ്പിക്കുകയും ചെയ്യും. അതായത് കുഞ്ഞിനെ മോശമായിട്ട് കുഞ്ഞിനോട് പെരുമാറുന്നവരോട് ചിരിക്കില്ല കുഞ്ഞ്. അതും കൂടി മനസ്സിലാക്കണം. 15 മാസം പ്രായ തങ്ങളെ കണ്ണാടികൾ, അത് ഞാൻ 2 വയസ്സാകുമ്പോഴേക്കും 2 വയസ്സാകുമ്പോൾ മാത്രമാണ് കുടുംബാംഗങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നത്. അപ്പോഴാണ് അവരെ അടുപ്പം കാണാതാകുമ്പോ സങ്കടമൊക്കെ കാണിക്കാൻ തുടങ്ങുന്നത്. 2 കുട്ടികളായിട്ട് കൂട്ടുകൂടാനൊക്കെ ഇഷ്ടപ്പെടാനൊക്കെ തുടങ്ങി 2 വയസ്സ് കഴിഞ്ഞിട്ട് മാത്രം.
മാത്രമാണെന്നുള്ളത് മനസ്സിലാക്കണം. 2 വയസ്സ് കഴിയുമ്പോഴേക്ക് അതേ ലിംഗത്തില്ല, അപ്പൊ അമ്മയാണ് അച്ഛനാണ്, ആണാണ് പെണ്ണാണെന്നൊക്കെ മനസ്സിലാവുള്ളൂ. അതുവരെ അതൊന്നും അറിയുന്നില്ല. കുട്ടികള് അനുകരണത്തിൽ നിന്നാണ് പഠിക്കുന്നത്. അതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മയുടെ വസ്ത്രധാരണം അനുകരണത്തിൽ കൂടി അമ്മയുടെ ഞാൻ പെണ്ണാണെന്ന് കുഞ്ഞ് മനസ്സിലാക്കി പെണ്ണിന് അതേ രീതിയിൽ പോകാൻ കുഞ്ഞിന് പറ്റും 2 വയസ്സ് കഴിയുമ്പോഴേക്ക്. അപ്പൊ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ടോയ്ലറ്റ് ട്രെയിനിങ്ങിന്റെ കാര്യം തന്നെയാണ് ഈ വക കാര്യങ്ങളിലും മനസ്സിലാക്കുക. അതിന്റെ മുന്നേ ഇതിനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞിട്ട് കുഞ്ഞ് മനസ്സിലാക്കും എന്റെ കുഞ്ഞിന് ബുദ്ധിയില്ല എന്നൊക്കെ വിചാരിക്കണം, മഹാവിഡ്ഢിത്തായിരിക്കും. ഈ പ്രായത്തിനനുസരിച്ചാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും. അപ്പൊ ഓരോ കാര്യങ്ങളും നമ്മള് പിന്നെ ഓക്കെ 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 ഇതെന്താ ഓമനമ്മ എന്താ പറഞ്ഞേ? ഓക്കെ 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 ഇല്ല സർ, ഒന്നുമില്ല അല്ലേ? ഓക്കെ, മാമിന്റെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മനസ്സിലാക്കണം. ഈ പ്രായത്തിനനുസരിച്ചുള്ള കുഞ്ഞിന്റെ അറിവ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കുഞ്ഞിനോട് പ്രതികരിക്കാൻ. അങ്ങനെയാണുള്ള പാരന്റിങ് വഴിയാണ് കുഞ്ഞിനായിട്ടുള്ള ഒരു തരംഗദൈർഘ്യം അല്ലെ, ഒരു ട്യൂണിങ്, വേവ് ലെങ്ത്, കുഞ്ഞിന്റെ വേവ് ലെങ്ത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. നന്നായിട്ട് അനുകരിച്ച് മനസ്സിലാക്കിയോളും. വല്ലാതെ അതിനെ പാമ്പർ ചെയ്യേണ്ട കാര്യമില്ല. അതിനെ വല്ലാതെ എങ്ങനെ നർച്ചർ ചെയ്യേണ്ട കാര്യമില്ല. അത് കണ്ട് മനസ്സിലാക്കിക്കൊള്ളും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, 2ാം വർഷത്തിന്റെ അവസാനം, യെസ്, ഈ സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. 2 വർഷം കഴിഞ്ഞു കഴിഞ്ഞാല് കുഞ്ഞുങ്ങളെ നമ്മുടെ ചെയ്യുന്നതിന് എന്തിനും നമ്മുടെ മുഖത്ത് നോക്കും. എന്ത് ചെയ്താലും നമ്മുടെ മുഖത്തോക്ക് നോക്കും. അപ്പോ നമ്മള് കുഞ്ഞിനെ അനുകൂലിക്കണം. എങ്ങനെ അനുകൂലിക്കും? ശരീരഭാഷ വഴി അല്ലെ? അല്ലെങ്കിൽ വാക്കുകൾ മനസ്സിലാക്കാവുന്ന പ്രായമല്ല, പക്ഷെ ശരീരഭാഷ വളരെ നന്നായിട്ട് മനസ്സിലാവും. ടോൺ ഓഫ് വോയിസ് വളരെ നന്നായിട്ട് മനസ്സിലാവും. ശബ്ദധ്വനി, ഈ സമയത്തൊക്കെ കുഞ്ഞിനെ അനുകൂലിക്കുന്ന ഭാഷ നമ്മൾ പ്രകടിപ്പിക്കണം, നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം. ഈ മോട്ടിവേഷനാണ് ആ കുഞ്ഞിന്റെ ജീവിതകാലം മുഴുവൻ ചലഞ്ച്, വെല്ലുവിളി ഉണ്ടാവുന്ന സാഹചര്യത്തിൽ അതിജീവിക്കാനുള്ള ശേഷി കുഞ്ഞിന് കൊടുക്കണം. ഇത് മനസ്സിലാക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ കുഞ്ഞിനെ അറിയാം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് 2ാം വർഷത്തിന്റെ. അതുവരെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഈ ലെവലിൽ അതാ കുഞ്ഞിനോട് അധികം കർക്കശ സ്വഭാവം ഒന്നും കാണിക്കരുത്. നമ്മൾ ആ ഹാരി ഹാർലോന്റെ പരീക്ഷണത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി അല്ലെ? നർച്ചറിങ് തന്നെയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഈ സുരക്ഷ തേടുന്ന കുഞ്ഞിന് അതിന്റെ അടുപ്പം മോശം അടുപ്പത്തിലോട്ട് പോകും. അത് തന്നെ ജീവിതകാലം മുഴുവൻ കുഞ്ഞ് തുടരും. ആ കുഞ്ഞിന്റെ ജീവിതം തന്നെ മോശമാകും എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഇപ്പൊ എന്താ പറഞ്ഞത്? 2 വയസ്സ് 2ാം വർഷത്തിന്റെ അവസാനം കുട്ടി നമ്മള് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നമ്മുടെ ഒരു ഇവാലുവേഷൻ ശരിയാണെന്ന് ഉറപ്പുവരുത്തണം. നീ ചെയ്യുന്നത് ശരിയാണ് എന്ന് ഒരു ഉത്തരം നമ്മൾ കൊടുക്കണം കുഞ്ഞിന്. അത് കൊടുത്തു കഴിഞ്ഞാലാണ് കുഞ്ഞിന്റെ ജീവിതത്തില് ഭാവിയില് വളരെ വളർന്നു വലുതായ മനുഷ്യനാവുമ്പോ അപ്പൊ വെല്ലുവിളി, ചലഞ്ചിങ് ആയിട്ടുള്ള അവസരങ്ങളില് അത് ഏറ്റെടുക്കാനും ഒക്കെ ഉള്ള മനസ്സിന് ഉള്ള അടിത്തറ ഉണ്ടാവും. മനസ്സിലായി? ഇത് ഇങ്ങനെ നമ്മൾ നല്ല പ്രോത്സാഹനം അതുപോലെ ഇതൊക്കെ കൊടുത്തിട്ട് കുഞ്ഞിനെ വളർത്തിയാല് കുഞ്ഞിന് പേഴ്സണാലിറ്റി ട്രേറ്റ് ഓഫ് മാസ്റ്ററി ഓറിയന്റഡ് വരുന്നതാണ് പറയും. എന്താണിത്? സാബു സാർ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? എന്താണ് ഈ പേഴ്സണാലിറ്റി ട്രേറ്റ് ഓഫ് മാസ്റ്ററി? കുറെ പേഴ്സണാലിറ്റി ട്രേറ്റുകൾ ഉണ്ട്. നമ്മുടെ വ്യക്തിത്വത്തിന് ഓരോ ട്രേറ്റുകളുണ്ട്. ട്രേറ്റുകൾ എന്ന് പറഞ്ഞാൽ സ്വഭാവ വിശേഷങ്ങളാണ്. സ്വഭാവ വിശേഷങ്ങളുടെ ആകത്തുക. അപ്പോ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാല് അതിനെ പരിഹരിച്ചല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതില് അയ്യോ എനിക്കൊന്നും വയ്യേ, എന്നെ കൊണ്ട് ഇത് പറ്റില്ലേ എന്നും പറഞ്ഞിട്ട് മുന്നോട്ട് പോയാൽ ജീവിതം ഉണ്ടോ മനുഷ്യന്? അങ്ങനെ 2 തരത്തിലുള്ള 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള ട്രെയ്റ്റുകളാണ്. ഒന്ന് മാസ്റ്ററി ഓറിയന്റഡും മറ്റത് ഹെൽപ്ലെസ്നെസ്സും, നിസ്സഹായ അവസ്ഥയുടെ
ട്രേറ്റും. പിന്നെ ഇത് വ്യക്തിത്വം, ഓരോ മനുഷ്യന്റെയും വ്യക്തിത്വത്തിൽ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനനുസരിച്ചാണ് മനുഷ്യൻ വരുന്നത്. എന്താണ് ഈ പേഴ്സണാലിറ്റി ട്രേറ്റ് ഓഫ് മാസ്റ്ററി ഓറിയന്റഡ്? കോൺട്രിബ്യൂട്ട് ചെയ്യാമോ സാബു സാർ? സാറേ, കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുമ്പം കുട്ടികൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു പ്രോബ്ലം വരും. പക്ഷെ അവർക്കത് മനസ്സിലാകത്തില്ല. പക്ഷെ അത് ഓട്ടോമാറ്റിക്കായിട്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങനെ ഒരു തലത്തിലേക്ക് പ്രോഗ്രാം ചെയ്യപ്പെടും. തുടർന്നുള്ള ജീവിത സാഹചര്യങ്ങളിൽ അതേ പാറ്റേൺ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള മാതാപിതാക്കളുടെ വാക്കുകളോ ഒരുപക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതല്ലേ സാർ ഉദ്ദേശിച്ചത്? അല്ല, പേഴ്സണാലിറ്റി ട്രേറ്റ് എന്ന് പറയുമ്പോൾ വ്യക്തിത്വത്തിലെ സ്വഭാവവിശേഷത. അത് ക്ലിയർ ആയില്ലേ? അത് വ്യക്തമല്ലേ? ഓക്കെ. പല ട്രേറ്റുകളും ഉണ്ട് നമുക്ക്. അതിൽ ഒരു ട്രേറ്റ് ആണ് ഇത്. 2 ട്രേറ്റുകളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. കാരണം നമ്മൾ കുഞ്ഞ് വളരുമ്പോൾ അതിന്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് കുഞ്ഞിനെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ ഈ ട്രേറ്റ് കിട്ടുന്നില്ല. പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ട്രേറ്റ് കിട്ടും. ഈ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മനുഷ്യൻ വിഷമിക്കുന്ന സമയത്ത് വളരെയധികം വിഷമിക്കാണ്, ബുദ്ധിമുട്ടാണ് അല്ലേ? ആ സമയത്ത് എന്താണ് മനുഷ്യൻ ചെയ്യേണ്ടത്? എന്താണ് ഉള്ളിലേക്ക് ഒതുങ്ങുവാണ്. ഉള്ളിലേക്ക് ഒതുങ്ങുന്ന രണ്ടാമത്തെ ട്രേറ്റിലുള്ള ആൾക്കാരാ നിസ്സഹായാണ്. എന്നെ കൊണ്ട് ഇത് പറ്റൂല എന്നിട്ട് ഉള്ളിലോട്ട് ഒതുങ്ങും ചില ആൾക്കാർ അല്ലെ. എന്നിട്ട് കരയും, പിഴിയും, പിന്നെ ദുഃഖിക്കും, വേണമെങ്കിൽ ആത്മഹത്യ ചെയ്യും അല്ലെ. പലതും ചെയ്യാം ഈ നിസ്സഹായ അവസ്ഥയിൽ ട്രേറ്റുള്ള ആൾക്കാരല്ലേ, എന്തും ചെയ്യാം. പക്ഷെ വേറെ ട്രേറ്റുള്ള ആൾക്കാരുണ്ട്, ഭംഗിയായിട്ട് പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് ഒരു ചിരിയും പാസ്സാക്കി സന്തോഷമായിട്ട് ജീവിച്ച് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. പ്രോത്സാഹിപ്പിക്കുക അല്ലെ. കുട്ടിക്കാലത്ത് നല്ല പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ചെയ്യാനുള്ള ഒരു പ്രോബ്ലം. അതെ, അങ്ങനെയാണെങ്കിൽ ഈ മാസ്റ്ററി ഓറിയന്റഡ് ട്രേറ്റ് വരും എന്നാണ് പറയുന്നത്. ഈ തരത്തില് എന്ത് പ്രശ്നം വന്നാലും അത് സോൾവ് ചെയ്തിട്ട് ഒരു പണ്ഡിതനെ പോലെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അറിവ് നേടിയിട്ട് അങ്ങനെ മുന്നോട്ട് പോയിട്ട് പ്രശ്നം സോൾവ് ചെയ്ത് നന്നായിട്ട് ജീവിക്കും എന്നാണ് പറയുന്നത്. അതാണ് ഈ ട്രേറ്റിന്റെ ഉദ്ദേശം. ഇപ്പൊ എന്താ ചോദ്യം, ഇതിന്റെ പ്രധാന സവിശേഷത എന്താണ്? ഈ ട്രേറ്റ് ഓഫ് ലേൺഡ് ഹെൽപ്ലെസ്നെസ്സും അല്ലെങ്കിൽ നിസ്സഹായതയുടെ ട്രേറ്റും അതുപോലെ തന്നെ ഈ പാണ്ഡിത്യത്തോടുള്ള വ്യക്തിത്വം, അറിവുള്ള ഒരു വ്യക്തി എന്നുള്ളത് എനിക്ക് പ്രശ്നം അല്ലെ. ചില ആൾക്കാരില്ലേ ഇങ്ങനെ ജീവിതത്തില് അവരെ കൊണ്ട് പറ്റും, ഇയാളെ കൊണ്ട് കൊള്ളും അല്ലെ, അല്ലെങ്കിൽ ഇവളെ കൊണ്ട് കൊള്ളും, അവളുടെ അടുത്ത് പറയണ്ട, അവള് പോക്കണ്ട, അവളുടെ അടുത്ത് എട്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നം, മുണ്ടിപ്പോകണ്ട ഈ പ്രശ്നം അല്ലെ. ഇങ്ങനെ 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. അതാണ് ഈ 2 ട്രേറ്റുകൾ. അപ്പൊ ഇവര് ഈ മാസ്റ്ററി ഓറിയന്റഡ് ട്രേറ്റിന്റെ പ്രത്യേകത എന്താണ്? പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് പറയുമോ? സാറേ, അതിലിപ്പം കുട്ടികളെ സംബന്ധിച്ചിട്ട് അവര് 2 വയസ്സിലാണെങ്കിലും കുറെ കളിക്കോപ്പെല്ലാം എടുത്തിട്ട് നമ്മളെ ഇവിടെ കൊണ്ടുവന്നിട്ട് റൂമിൽ, ഫ്രണ്ട് റൂമിലെല്ലാം വെച്ചിട്ട് ഇങ്ങനെ കളിച്ചിട്ട് അപ്പം മോള് പറയാം ടൈഡി അപ്പ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു പാത്രമാണ്. അതിൽ അവരിങ്ങനെ പറക്കി ഇട്ടിട്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ചെയ്യാം. അപ്പൊ ഒരു പിന്നെ ക്ലാപ്പ് എല്ലാം കൊടുത്ത് വെൽഡൺ ബാബോയ് എന്നെല്ലാം പറഞ്ഞു. അപ്പൊ അവർക്ക് ഞാൻ ചെയ്ത എന്തോ ഒരു പ്രത്യേക സംഭവം ഉണ്ടായി. അപ്പൊ എപ്പോഴും അത് ചെയ്തോണ്ടിരിക്കുക കുട്ടികൾ. കളിച്ചു കഴിഞ്ഞാല് ഞാനിത് ചെയ്യേണ്ടതാന്നുള്ളത് ഒന്നത്. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് സാർ, ഈ കുട്ടികള് വീണിട്ട് ഇങ്ങനെ ചെറിയ പോറെല്ലാം പറ്റിയാല് സാധാരണ പണ്ടെല്ലാം ചെയ്യലെന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്നാ ഞാൻ പറയുന്നത്. അന്നേരം ഈ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ അമ്മമ്മമാര് ആ സ്ഥലത്ത് പോയിട്ട് നല്ലൊരു ചവിട്ട് കൊടുത്തിട്ട് പോ എന്റെ കുട്ടീനെ എന്തിനാ തള്ളിയിട്ടേന്ന്. നേരെ മറിച്ച് നീ എന്തിനാ അങ്ങനെ കളിച്ച എന്നിട്ടല്ലേ വീണെന്ന് പറഞ്ഞ് കുട്ടിക്ക് മനസ്സിലാക്കി കൊടുത്താല് അവന് അത് മനസ്സിലാവും. ഇത് അച്ഛൻ കുട്ടീനെ തല്ലിയാലും അത് എന്തിനാ തെറ്റിനെന്ന് അവന് മനസ്സിലാകുന്നതിന് പകരം വീണ്ടും അമ്മമ്മമാരുണ്ടെങ്കിൽ ഇത് അച്ഛനൊരു അടി കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അച്ഛനൊരു അടി കൊടുക്കും. അപ്പൊ കുട്ടിക്ക് അച്ഛൻ ചെയ്തത് തെറ്റായിട്ട് തോന്നും. ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് സാറേ കുട്ടികൾക്ക്. അപ്പൊ നമുക്ക് വീണ്ടും ഇതിലോട്ട് വരാം. ഈ മാസ്റ്ററി ഓറിയന്റഡ് വരെയായിട്ട് നിസ്സായ അവസ്ഥ, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആൾക്കാര് ഇതായിട്ട് പോകും, ഒഴിഞ്ഞു പോവും, പ്രശ്നവും ആത്മഹത്യയും നന്നായിട്ട് സോൾവ് ചെയ്യുന്ന മറ്റു ആൾക്കാർ. 2 തരത്തിലുള്ള മനുഷ്യരെ പറ്റി പറഞ്ഞു. ഇത് ആദ്യത്തെ ഈ പേഴ്സണൽ മാസ്റ്ററി ഓറിയന്റഡ് വ്യക്തി അമ്മയുടെ അല്ലെങ്കിൽ അച്ഛന്റെ അമ്മയുടെയും പ്രോത്സാഹനം കിട്ടി വളർന്ന വളർന്നുള്ള മനുഷ്യനാണെന്നും പറഞ്ഞു. ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മളെല്ലാം കൗൺസിലേഴ്സ് അല്ലേ, ഒരുപാട് പേര് എന്നെ കേൾക്കുന്ന കൗൺസിലർമാരല്ലേ. അപ്പൊ ഒരു കൗൺസിലർ എങ്ങനെയാണ് മറ്റൊരാളുടെ പ്രശ്നം പരിഹരിക്കുന്നത്? അതാണ് ആ കപ്പാസിറ്റി സ്വയം ചെയ്ത് ഇവർക്ക് കൗൺസിലറുടെ അടുത്ത് പോകേണ്ടി വരില്ല. രണ്ടാമത്തെ ആൾക്ക് കൗൺസിലറുടെ അടുത്ത് പോകേണ്ടി വരും. അപ്പോ
ആദ്യത്തെ വ്യക്തികൾക്ക് കൗൺസിലറിന്റെ പുറത്ത് പോകണ്ട, അവര് സ്വയം പ്രശ്നം പരിഹരിച്ചോളൂ. പക്ഷെ അതിന് പരിഹരിക്കുന്നത് എങ്ങനെ നമുക്കറിയാമല്ലോ, കൗൺസിലിംഗ് പഠിച്ച ആൾക്കാർക്ക് അറിയാം. എക്സ്പ്ലോർ ചെയ്താലാണ് അല്ലെ, എക്സ്പ്ലോർ. ഇപ്പൊ എല്ലാ അറിവും ഒരു മനുഷ്യന് ഉണ്ടാവില്ല. നമുക്ക് ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അറിവ് വേണം. ആ അറിവിനെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം അല്ലെ. പര്യവേഷണം നടത്തുന്ന മലയാളത്തിൽ എന്താ പറയുന്നത് അല്ലെ, അന്വേഷിച്ച് മനസ്സിലാക്കിയിരുന്നു. ആ എക്സ്പ്ലോറേഷന്റെ കഴിവ് ഉണ്ടാക്കി കൊടുക്കാണ് കൗൺസിലർമാർ കൗൺസിലിക്ക് അത് ഉണ്ടാക്കി കൊടുക്കാണ് കഴിഞ്ഞത്. EUA എന്നൊക്കെ പറഞ്ഞത്, എക്സ്പ്ലോറേഷൻ, അണ്ടർസ്റ്റാൻഡിങ്, ആക്ഷൻ. ഇതൊക്കെയാണ് കൗൺസിലിയുടെ ഭാഗം കൗൺസിലർ ചെയ്യേണ്ടത്. ഇത് EUA, എക്സ്പ്ലോറേഷൻ, അണ്ടർസ്റ്റാൻഡിങ്, ആക്ഷൻ ചെയ്ത കൗൺസിലിംഗ് വിജയിച്ചു. കൗൺസിലിംഗ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇപ്പൊ എക്സ്പ്ലോറേഷൻ, ഈ പേഴ്സണാലിറ്റി ട്രേറ്റ് ഓഫ് മാസ്റ്ററി ഓറിയന്റഡ് ഉള്ള ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യും. എന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിനെ കുറിച്ചിട്ട് അന്വേഷിക്കും, ആവുന്നത്ര വിവരങ്ങൾ സ്വീകരിക്കും. എന്നിട്ട് അതില് ഏതാണ് ശരി, ഏതാണ് ചെയ്താണ്, ഇപ്പൊ സാഹചര്യത്തിന് എന്ത് ചെയ്താണ് അത് വിജയിക്കുക എന്ന് മനസ്സിലാക്കിയിട്ട് അതാണ് ചെയ്യും, അയാൾ വിജയിക്കും. ഇതാണ് എക്സ്പ്ലോറേഷന്റെ കഴിവാണ് ഇവർ രണ്ടുപേർക്കും തമ്മിലുള്ള വ്യത്യാസം. ഈ എക്സ്പ്ലോറേഷന്റെ കഴിവ് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്നതാണെന്നുള്ള മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ആ കഴിവ് കുഞ്ഞിൽ ഡെവലപ്പ് ചെയ്യുമ്പോ ചെയ്യാൻ ഈ അമ്മയുടെ, പ്രധാനപ്പെട്ട അമ്മയുടെ അച്ഛന് സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ കുഞ്ഞിനെ നോക്കുന്ന പരിചാരകരുടെ സപ്പോർട്ട്, അല്ലെങ്കിൽ വാല്യുവേഷൻ, നിർണയം ഉണ്ടാകണം. ഓക്കെ, എന്താ പറ്റിയത് ഇത്? ഓക്കെ ഓക്കെ നോക്കട്ടെ, എന്തോ ഓക്കെ ഇവിടെ തന്നെയാണ് വന്നത്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത് അല്ലെ? ക്ലാരിറ്റി ഒന്നുമില്ല. ഈ രണ്ട് തരത്തിലുള്ള ട്രേറ്റിൽ ആദ്യത്തെ ട്രേറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ട്രേറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എക്സ്പ്ലോറേഷൻ വഴിയാണ് അത് വരുന്നത്. എക്സ്പ്ലോറേഷന്റെ കാര്യത്തിൽ ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ കരയുന്ന അല്ലെങ്കിൽ ഡിസ്ട്രെസ് വന്നിട്ട് കരയുന്ന, അല്ലെങ്കിൽ ദുരിതമാണ് കുഞ്ഞിന്റെ മനസ്സിൽ വരുന്നത്. കരയുമ്പോൾ അതിനെ അഡ്രസ് ചെയ്യുന്ന ഒരു അമ്മ, അത് ആ കുഞ്ഞിന്റെ ബുദ്ധിമുട്ടുകളെ എല്ലാ അമ്മയും അതുപോലെ കുഞ്ഞിനെ നോക്കുന്നവരും അഡ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് എനിക്ക് വിഷമം വന്നാൽ ആശ്രയിക്കുന്ന ഒരു ഒരു സംവിധാനം ഉണ്ടെന്നുള്ള മനസ്സുറപ്പ് കിട്ടും. ഈ മനസ്സുറപ്പാണ് ആ കുഞ്ഞിന്റെ അടിത്തറ, വികസനത്തിന്റെ അടിത്തറ. ഇതിന്നാണ് കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്ത് വരുന്നത്, വികസിച്ചു വരുന്നത്. അത് തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വെച്ചിട്ടാണ് അങ്ങനെ ഒരു സുരക്ഷ, നമ്മൾ അത് ചിന്തിച്ചല്ലോ അല്ലെ, സുരക്ഷ അല്ലെ, എന്ത് ശ്രീകുമാരി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് എന്താ പറഞ്ഞ സുരക്ഷ, വൈകാരിക സുരക്ഷ അല്ലാതെ നമ്മൾ ചിന്തിച്ചില്ല ഇതിനെ കുറിച്ച്. എന്നിട്ട് അങ്ങനെ ഒരു വൈകാരിക അടിത്തറ, ഒരു സുരക്ഷയുടെ അടിത്തറ കുഞ്ഞിന് കിട്ടുന്നുണ്ട്, സുരക്ഷിതത്വത്തിന്റെ അടിത്തറ. അതിൽ നിന്നാണ് ഈ എക്സ്പ്ലോറേഷനുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ ജീവിക്കാനൊരു ഉറപ്പ് അമ്മ കൊടുത്തിട്ടില്ലെങ്കിൽ ജനിച്ചന്ന് മുതലെയുള്ള പെരുമാറ്റം വഴി ക്ലിയർ ആണ്. വ്യക്തമായിട്ട് തരാം, മലയാളത്തിലെ വ്യക്തമാക്കാം. ഇപ്പോ ജനറ്റിക് പ്രതികരണങ്ങൾ, ഞെട്ടിക്കരയുന്ന പ്രതികരണങ്ങളൊക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ, റിഫ്ലക്സുകളാണ് കുഞ്ഞിനുള്ളത്. ഇതിന്റെ ഒക്കെ അവസരങ്ങളിൽ നമ്മൾ ഒരു ഉറപ്പ് കൊടുക്കണം മനസ്സിന്, കുഞ്ഞിന്റെ. അപ്പൊ ഒരു സുരക്ഷയുടെ അടിത്തറ കുഞ്ഞിന് വരും. ഇത് വെച്ചിട്ടാണ് കുഞ്ഞ് പിന്നീട് കാര്യങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നത്. ഈ എക്സ്പ്ലോറേഷനാണ് വളർന്നു വന്നാലും കുഞ്ഞിൽ നിൽക്കുന്നതും. എന്നിട്ടാണ് ആ കഴിവ്, മാസ്റ്ററി ഓറിയന്റഡ് ട്രെയിറ്റ്, പ്രശ്നപരിഹാരത്തിനുള്ള കഴിവുണ്ടാവുന്ന വ്യക്തിത്വം മനുഷ്യരിൽ ഉണ്ടാകുന്നത് എന്നാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ഇത് ഞാൻ പറഞ്ഞു, ആദ്യം കുഞ്ഞുങ്ങൾക്കുള്ളത് റിഫ്ലക്സുകളാണെന്ന് പറഞ്ഞു. ആ റിഫ്ലക്സുകളിൽ നിന്നും സ്കീമ ഡെവലപ്പ്, ബോധമണ്ഡലം, അറിവിന്റെ മണ്ഡലം, പിയാഗറ്റ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് സ്കീമകൾ ഡെവലപ്പ് ചെയ്യും. സ്കീമ എന്ന് പറഞ്ഞാൽ ബോധ മണ്ഡലം എന്നോ അല്ലെങ്കിൽ അറിവിന്റെ മണ്ഡലം എന്നൊക്കെ പറയാം. കുഞ്ഞിന്റെ അറിവ് വികസിക്കാനുള്ള ഒരു സംവിധാനം, ഇത് മനസ്സിലാക്കുന്നതാണ് സ്കീം. ആ സ്കീമ ഉണ്ടാകുന്നത് റിഫ്ലക്സുകളിൽ നിന്ന് കുഞ്ഞ് 2-3 രീതിയിൽ അറിയേണ്ട കാര്യങ്ങൾ.
അതിലേക്ക് ഇനി അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ വളരെ മെല്ലെ മെല്ലെ പോകുന്നതാണ് പ്രശ്നം. അതൊരു പ്രൈമറി സർക്കുലർ റിയാക്ഷൻ, സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻ, അത് അങ്ങനെയൊക്കെ വഴിയാണ് പോകുന്നത്. പിന്നെ ടേർഷറി സർക്കുലർ റിയാക്ഷൻ, അതൊക്കെ അങ്ങനെയൊക്കെ രീതിയിൽ അങ്ങനെയാണ് കുഞ്ഞിന്റെ അറിവ് വികസിക്കുന്നത്. അങ്ങനെ വികസിച്ചിട്ടാണ് കുഞ്ഞുങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് എന്റെ ഓരോ അവസരങ്ങളിലും സപ്പോർട്ട് ആവശ്യമുണ്ട് കുഞ്ഞിന്. നമ്മൾ വൈകാരികമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കേണ്ട അത്യാവശ്യം. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. വൈകാരികമായ ഈ വൈകാരിക നിയന്ത്രണം അല്ലെ, ഇമോഷണൽ റെഗുലേഷൻ, ഇതല്ലേ കാര്യം. അപ്പൊ അത് കുഞ്ഞിന് ജനിച്ചെന്ന് മുതൽ, നവജാത ശിശു ജനിച്ചെന്ന് മുതലേ തുടങ്ങുന്ന പ്രക്രിയയാണ്. നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞു. വൈകാരിക സുരക്ഷയുടെ കാര്യമൊക്കെ പറഞ്ഞു. നമ്മൾ പറഞ്ഞു കുഞ്ഞ് കരയുമ്പോ കുഞ്ഞിനെ എടുക്കുന്നു സുരക്ഷിത. മാം പറഞ്ഞു, അമർജ്യോതി മാം പറഞ്ഞു, ഈ അറിവുള്ള അമ്മമാരല്ലേ, അതെ, അവര് ആ രീതി ഒന്ന് സമീപിച്ചാൽ മതി കുഞ്ഞിനെ. ആ രീതിയിൽ സമീപിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ ആ സുരക്ഷിത കിട്ടായി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും 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 ആവർത്തിച്ച് പറഞ്ഞത്, ഇത് പരിചയമാണ് കാര്യത്തിൽ എന്ന് പറഞ്ഞു. അപ്പോ അവിടുന്നാണ് എല്ലാ നന്മകളും കുഞ്ഞുങ്ങളും മനുഷ്യരിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ആ ഒരു ഇമോഷണൽ റെഗുലേഷൻ, വൈകാരിക നിയന്ത്രണം, നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞ വിഷയമാണത്. അതായത് അസന്തോഷത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക്, അതെ അല്ലെ, നമ്മളെ കൊണ്ടുപോകുന്ന എന്റെ ദുരിത സമയത്ത് കുഞ്ഞിനെല്ലാം ദുരിതമാണ്. അതുകൊണ്ടാണ് ദുരിതക്കരച്ചിലാണ് കരയുന്നത്. അപ്പൊ ഡിസ്ട്രെസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായത് സമ്മർദ്ദം, മോശം സമ്മർദ്ദം വന്നിട്ടാണ് കുഞ്ഞ് കരയുന്നത്. യൂസ്ട്രെസ്സും ഡിസ്ട്രെസ്സും ഉണ്ടല്ലോ, നമുക്കറിയാലോ അല്ലെ. സ്ട്രെസ്സുകൾ രണ്ട് വിധമുണ്ട്, യൂസ്ട്രെസ്, ഡിസ്ട്രെസ് അല്ലെ. അല്ലെങ്കിൽ ഡിസ്ട്രെസ് വരുമ്പോഴാണ് കുഞ്ഞ് കരയണത്. ഭയങ്കര പ്രശ്നകത്ത് കരയാതെ വയ്യ എന്നുകൊണ്ടാണ് കുഞ്ഞ് കരയണത്. അതും ഭയങ്കരമായിട്ടുള്ള കരച്ചിലാണ്. എന്നെ ആരോ കൊല്ലാൻ വരുന്നു, അല്ലെങ്കിൽ എനിക്ക് ജീവിതം അപകടത്തിലാണെന്നുള്ള എനിക്കുള്ള കരച്ചിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകുന്ന എന്റെ ജനിതകമായിട്ടുള്ള അറിവാണ്. അതാണ് കാര്യം. അപ്പൊ ആ അവസ്ഥയില് ഒരു സപ്പോർട്ട്, എന്റെ ഈ ദുരിതത്തിൽ നിന്നും സത്യത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ. മോറോ റിഫ്ലക്സ് വന്നിട്ട് അല്ലെ, അല്ലാതെ നമ്മൾ പറഞ്ഞ കുഞ്ഞു ഞെട്ടിക്കരയെന്ന് പറഞ്ഞ കാര്യം നമ്മൾ കുറെ ചർച്ച ചെയ്ത വിഷയമല്ലേ. ആ സമയത്ത് ഒന്നും സംഭവിച്ചില്ല. ഒരു ചലനം വന്നിട്ടുണ്ട്, സ്വാഭാവികമുള്ള നല്ല ചലനം അവിടെ വന്നിട്ടുള്ളൂ. ഒരു ഒച്ചയിട്ട് അല്ലെങ്കിൽ എന്തോ കാരണവശാൽ അച്ഛനും അമ്മയും കൂടുതൽ ഒച്ചിട്ടു, അല്ലെങ്കിൽ വേറെ ഏതോ എന്നുള്ള ഒരു ഭ്രാന്തം വന്നിട്ട് അവർ ഒച്ചെടുത്തു, അല്ലെങ്കിൽ പാത്രം താഴെ വീണു, ഭയങ്കര ശബ്ദമായി. ആ ശബ്ദമൊക്കെ കേട്ടാലാണ് കുഞ്ഞ് ഞെട്ടിക്കരയാ. അപ്പൊ ആ കുഞ്ഞിന്റെ മനസ്സെന്താണ്, എന്തോ ഒരു അപകടം, എന്റെ ജീവന അപകടത്തിലാകുന്ന ഒരു സംഭവം അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഡിസ്ട്രെസ്, ആ ദുരിത കരച്ചിലാണ് കുഞ്ഞ് കരയുന്നത്. അത് ആ രീതിയിൽ. ആ സമയത്ത് കുഞ്ഞിന്റെ പരിചാരകര്, അമ്മയായാലും അച്ഛനായാലും മറ്റാരായാലും എടുക്കുന്നു, അമർജ്യോതി മാം പറഞ്ഞ പോലെ ആശ്വസിപ്പിക്കുന്നു കുഞ്ഞിനെ. അപ്പോ അവിടെ ഒരു വൈകാരിക സുരക്ഷയുടെ അടിത്തറ ഡെവലപ്പ് ചെയ്യാൻ, ആ പ്രാരംഭഘട്ടം അറ്റാച്ച്മെന്റ് അവിടെ തുടങ്ങണം. അതിന്റെ ശേഷം ഈ വൈകാരിക വികസനം എന്നുള്ള നാളെ അടുത്ത ഇതിൽ ഞാൻ എടുക്കാൻ പോകുന്ന ക്ലാസ് വരുമ്പോൾ ഈ അടിത്തറ, വൈകാരിക വികസനത്തിന്റെ അടിത്തറ വികസിച്ച് വരും. അപ്പൊ ആ വികസിച്ച് വരണമെങ്കിൽ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, റിഫ്ലക്സുകൾ. ഒരു കരച്ചിൽ മോറോ റിഫ്ലക്സിൽ കരച്ചിൽ കരയുന്ന കുഞ്ഞ് കരയുമ്പോ നമ്മളിപ്പോ എടുത്താലും എടുത്തില്ലെങ്കിലും, അല്ലെങ്കിൽ ആശ്വസിപ്പിച്ചാലും ആശ്വസിപ്പിച്ചില്ലെങ്കിലും, ഈ മോറോ റിഫ്ലക്സ് എന്ന് പറഞ്ഞ കാര്യം കുഞ്ഞിൽ നിന്ന് പോകും. ഈ മോറോ റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ 2 മാസം കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞാൽ അത് പോകും. അത് സ്വാഭാവികമായിട്ട് പോയേക്കും. പക്ഷെ നമ്മളുടെ പ്രതികരണം മോശമായി കഴിഞ്ഞാൽ അടുപ്പം മോശമാവും. അമ്മയും കുഞ്ഞും തമ്മിലുള്ള അടുപ്പം മോശമാവും. അച്ഛനും കുഞ്ഞും തമ്മിൽ, അല്ലെങ്കിൽ മാതാപിതാക്കളും കുഞ്ഞും തമ്മിലുള്ള അടുപ്പം മോശമാവും. ഈ മോശമായ അടുപ്പം തന്നെയാണ് കുഞ്ഞിന്റെ ജീവിതത്തില് ഏത് മനുഷ്യനായിട്ട് ആ കുഞ്ഞ് അടുക്കാൻ പോകുമ്പോഴും എങ്ങനെയാണോ അമ്മയും അച്ഛനും അടുപ്പം ഉണ്ടാക്കിയത്, ഈ അടുപ്പത്തിന്റെ രീതി തന്നെയാണ് കുഞ്ഞും വളർന്ന് വലുതായിട്ട് വലിയ മനുഷ്യനായാലും അടുപ്പം ഉണ്ടാക്കുന്നത്.
ഇതാണ് ഈ തിയറി ഓഫ് നമ്മൾ ചർച്ച ചെയ്തു അല്ലെ, അറ്റാച്ച്മെന്റ് തിയറി. അത് പറയുന്ന ശാസ്ത്രത്തിൽ തെളിവോട് പറഞ്ഞുള്ള കാര്യം അതാണ്. അപ്പൊ അതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അത് എങ്ങനെ ഇപ്പൊ ഈ ഫസ്റ്റ് പ്രാരംഭ ഘട്ടത്തിലെത്തിയിട്ട് പിന്നീട് ഘട്ടങ്ങൾ വഴിയായിട്ടാണ് ഈ അടുപ്പം വികസിച്ച് വരുന്നത്. ഈ വൈകാരിക വികസനം, നമ്മൾ വൈകാരിക അടിത്തറ അല്ലെങ്കിൽ വൈകാരിക സുരക്ഷയുടെ അടിത്തറ, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈകാരിക വികസനം പിന്നീട് ഡെവലപ്പ് ചെയ്തിട്ട് ഘട്ടമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് കുഞ്ഞു വളരും. ഏകദേശം 2 വയസ്സൊക്കെ ആകുമ്പോൾ, 2 വയസ്സ് വരെ കുഞ്ഞിന് നിസ്സഹായാവസ്ഥയല്ലേ. 2 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ ഒന്ന് നടക്കാനും നേരെ നിൽക്കാനും അങ്ങനെയൊക്കെയുള്ള ആ ഇതിലേക്ക് കുഞ്ഞു വരില്ലേ. ആ സെൻസറി മോട്ടോർ, അതാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പിയാഗൻ പറഞ്ഞത്. ഈ എന്താ പറയാ, നിസ്സഹായാവസ്ഥ, ശാരീരികമായ നിസ്സഹായാവസ്ഥ അല്ലേ അതെ കുഞ്ഞിന്റെ, ശാരീരികമായ നിസ്സഹായാവസ്ഥ അല്ലേ അതെ, എണീറ്റ് നിൽക്കാനും നടക്കാനും അതുപോലെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നീട് വീണ്ടും വികസനത്തിന്റെ കാര്യങ്ങളുണ്ട്. വൈകാരികമായിട്ട് ആ വികസനം വീണ്ടും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതിനെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാമല്ലോ അല്ലെ? അതെല്ലാം ശരിയാവുള്ളൂ ഇനി അല്ലെ? നമ്മൾ കുറെ നീണ്ടു പോകുന്നു. ഞാനിപ്പോ ഇത് ഒരു പെട്ടെന്ന് അങ്ങ് തീർത്തു പോകാന്ന് വെച്ചിട്ട്, അപ്പൊ നമ്മള് താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നത്. ആൾക്കാർ താല്പര്യമുള്ളത് കൊണ്ടാണ് നീട്ടി കൊണ്ടുപോകുന്നത്. എന്താണ് അത്? നീ അടുത്തതിലെടുത്താ പോരെ അല്ലേ? ഓക്കെ ഓക്കെ, ശരി. അപ്പൊ ഞാൻ ഈ ഇത് ചെയ്യട്ടെ. ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകത്തുണ്ടോ? സ്ലൈഡ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം, പറയുകയാണെങ്കിൽ അനുവദിക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ഏതെങ്കിലും സ്ലൈഡ് മനസ്സിലാകാത്തുണ്ടോ? ഇത് ഞാൻ നാളെ പറയാൻ പോകുന്ന കാര്യം, അല്ല അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്ന വൈകാരിക വികസനം. ഇതിലാണ് ഇനിയാണ് എല്ലാ കാര്യങ്ങളും കിടക്കുന്നത്. ഇനിയാണ് ശരിക്കും നമ്മള് പിന്നെ എങ്ങനെ നമ്മൾ ഈ അറ്റാച്ച്മെന്റിൽ എത്തുന്നു, ഈ സംഭവം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വ്യക്തമാക്കാം. അറിവിന്റെ സ്കീമുകളുടെ കുറിച്ചൊക്കെ പറയും. ഇതൊക്കെ എങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ നമ്മളുടെ അവസ്ഥയിൽ നമ്മൾ എങ്ങനെയാണ് എത്തിയത്, ആ കുഞ്ഞിന്റെ അവസ്ഥയിൽ നിന്ന് ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ എങ്ങനെയാണ് എത്തിയത്, അതിന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് അടുത്ത ഇതിലേക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇനി ക്ലോസ് ചെയ്യട്ടെ ഇത്. ഓക്കെ സാർ. ഓക്കെ ഓക്കെ, കുട്ടികളുടെ 2-3 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട, പ്രത്യേകിച്ച് കുട്ടികൾ തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ പ്രായത്തിലെത്തുമ്പോൾ വളരെ ധൈര്യപൂർവ്വം വിവേകപൂർവ്വമൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടി സഹായിക്കുന്ന ചില നിർദ്ദേശങ്ങളാണ് വിജയരാമൻ സാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. പ്രത്യേകിച്ച് അതിൻ്റെ ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. എപ്പോൾ വേണം, അത് നേരത്തെ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്താണ്, ഉദ്ദേശിച്ച റിസൾട്ട് ചിലപ്പോൾ കിട്ടണമെന്നില്ല, ചെയ്യുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ കറക്റ്റ് സമയത്ത് അതൊരു പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയർ കൃത്യമായിട്ട് മനസ്സിലാക്കി കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഉച്ചടക്കത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ വഴി തെളിയുന്നു. ഓക്കെ, അപ്പോൾ ഇതിനെ കുറിച്ചുള്ള ഡിസ്കഷനിലേക്ക് പോകാൻ നമുക്ക് റോയ് സാറിന് തുടങ്ങാം അല്ലേ? റോയ് സാർ. ഇന്നധികവും റിഫ്ലക്സിന്റെ സൈസാണ്. 6 മാസം മുതൽ കയ്യിൽ കിട്ടിയത് വായിലേക്ക് കൊണ്ടുപോകുന്ന ഇതുവരും 7 മാസം 12 മാസം വരെയുള്ള കണ്ണും തലയും ഇവിടെയും കോർഡിനേഷൻസിനെ കുറിച്ച് പറഞ്ഞു, ശരീര ബാലൻസ് നിലനിർത്തുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു, പിന്നെ സാമൂഹ്യ വികസനത്തിന് ഉള്ളതായ കാര്യങ്ങൾ, ഞാൻ എൻ്റെ എന്ന ലേബലുകൾ വരുന്ന സാർ പറഞ്ഞു. പിന്നീടാണ് ടോയ്ലറ്റ് ട്രെയിനിങ്ങിൻ്റെ കാര്യം പറഞ്ഞത്. ടോയ്ലറ്റ് ട്രെയിനിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സാർ പറഞ്ഞു. എനിക്കിപ്പോൾ പറയാനുള്ളത്, ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ ടോയ്ലറ്റ് ട്രെയിനിങ്ങിനൊന്നും ആവശ്യമില്ല. കിട്ടുന്ന കുട്ടികൾക്കുള്ള ഡയഫ്രം മേടിച്ച് കിട്ടുക, അതിനകത്ത് വെളിക്കിറങ്ങി കഴിഞ്ഞാൽ കൊച്ചിന് അസ്വാസ്ഥ്യം വരുമ്പോൾ കരയും, അപ്പോൾ അഴിച്ചു കളഞ്ഞേച്ച് കഴുകി വേറെ ഇട്ട് കൊടുക്കുക. ഇതാണ് ഇപ്പോഴത്തെ ടോയ്ലറ്റ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കാണുന്നത്. അതിനുള്ള സമയം അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ പണ്ടൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കുട്ടിയുടെ 2 കൈയിലും പിടിച്ചുകൊണ്ട് അമ്മ കാല് നിലത്ത് ഉപ്പൂറ്റിയിൽ പൊക്കി നിർത്തി കൊച്ചിനെ അവിടെ ഇരുത്തിക്കൊണ്ട് ടോയ്ലറ്റിൻ്റെ ആ സമയത്ത് ഇതനുസരിച്ചുള്ള ഇതുകൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴതൊന്നും മോഡേൺ യുഗത്തിൽ ഇതൊന്നും വലിയ കാര്യമായി കാണുന്നില്ല. ഏതായാലും 2 വയസ്സാകുമ്പോഴത്തേക്കും കുട്ടിക്ക്
ഈ പറഞ്ഞ പോലെ തിരിച്ചറിയാൻ, വ്യക്തികളെ അമ്മയും അച്ഛനെയൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് വരുന്നതായിട്ട് സാർ പറഞ്ഞു. അതുപോലെ തന്നെ സെക്സൊക്കെ തിരിച്ചറിയാനുള്ള കഴിവുകൾ വരും. ആ സമയത്ത് മോട്ടിവേഷൻ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ സാർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വളരെ വിശദമായ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ആത്മാർത്ഥതയോടു കൂടിയാണ് സാറ് ഡിസ്കഷനോട് കൂടി ക്ലാസ്സുകൾ പോയത്. ഇനി അടുത്തത് വൈകാരിക വികസനത്തിനെ കുറിച്ച് കൂടുതൽ എടുക്കാനുള്ള ക്ലാസ്സുകൾ കേൾക്കാനുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു, സർ. താങ്ക് യു സാർ. തീർച്ചയായിട്ടും. ഇനി ആരാ പറയാനുള്ളത്? സലീമ ജോസഫ്. സലീമ മാം ഉണ്ടോ? ദീപ മാം? ഞാനിപ്പൊ വന്നതേ ഉള്ളൂ, കയറിയതേ ഉള്ളൂ. കൊണ്ടിരിക്കാൻ എന്താ നടന്നെന്ന് അറിയാൻ പാടില്ല. ഓക്കെ, കുഴപ്പമില്ല. സോറി. ഉദയനാരായണൻ സാർ ഉണ്ടോ? ഉദയനാരായണൻ സാറ്, അതുപോലെ തന്നെ കുഞ്ഞോയ് മാസ്റ്റർ, ദീപ മാം, രമാവതി മാം. നമസ്കാരം. പറയും. എന്തായാലും കുട്ടികളെ പറ്റി സാർ നമസ്കാരം. കുട്ടികളെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകൾ വേണം സാറേ. കാരണം പണ്ടത്തേതിലുപരി ഇപ്പൊ കുട്ടികളെ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് ചോദിച്ചാല് ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ ആ രീതി ശരിയല്ല എന്നാ എനിക്ക് പറയാനുള്ളത്. സാറിന്റെ ക്ലാസ്സിലുള്ള പോലെ എല്ലാം പക്കയായിട്ട് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് പിന്നെ ഭാവിയിൽ അത് ഗുണം ചെയ്യുന്നുള്ളതാണ്. കാരണം ചെറിയ കുഞ്ഞായിരിക്കുമ്പോ തന്നെ അവർക്ക് പിന്നെ എല്ലാം മനസ്സിലാക്കാനും എല്ലാം പറ്റുന്നതുകൊണ്ടാണ് അവരുടെ ആ പിന്നെ നോട്ടം പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. അവർ നോക്കിയിട്ട് സാറ് പറയുന്ന പോലെ നമ്മളും മുഖം ഇങ്ങനെ ഒന്നും ചിരിയൊന്നും ഇല്ലാതാക്കിയാൽ അവരെ മുഖം അങ്ങനെ ആയിരിക്കും. പക്ഷെ വാവേ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ചിരിച്ചാൽ അവര് നമ്മളെ നോക്കിയിട്ട് നന്നായിട്ട് ചിരിക്കുന്നതാണ്. അത് കുഞ്ഞായിരിക്കുമ്പോ പിന്നെ നമ്മളമ്മ പറയും 19-20 ദിവസമെല്ലാം ആകുമ്പോ അമ്മേനെ തിരിച്ചറിയും. അപ്പൊ അമ്മയോട് മാത്രം ചിരിക്കും. അതെന്താ പറഞ്ഞാല് അറ്റാച്ച്മെന്റ്. കാരണം പാല് കൊടുക്കലും എടുക്കലും അങ്ങനെ എല്ലാം ചെയ്യുന്നോണ്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് അടുത്ത് കുട്ടികളെ എടുത്ത് താലോലിക്കുകയും അതുപോലെ തൊട്ടിലിൽ ഇട്ട് ആട്ടുകയും ചെയ്യുന്ന ആൾക്കാരെല്ലാം നല്ലോണം ശരിക്കും സ്നേഹം പങ്കിടുന്നതാണ് കുട്ടികളിലൂടെയാണ്. അതുപോലെ സാറ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടി, നമ്മളിപ്പം യോഗേന്റെ കാര്യം പറയുന്നുണ്ടല്ലോ സാറേ. ചെറുപ്പത്തിലെ കുട്ടികൾ യോഗ ചെയ്യുന്നുണ്ട് സാറേ. അതിപ്പോ ഓരോ അവരുടെ മൂവ്മെന്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അവരുടെ ഓരോ രീതിയും പിന്നെ കാല് പൊക്കിയിട്ട് അവര് വിരല് പിടിക്കുന്നുണ്ട്, പിന്നെ കമിഴ്ന്ന് കിടന്നിട്ട് ഇങ്ങനെ തല പൊക്കുന്നുണ്ട്. നമ്മളിപ്പോ യോഗാസനത്തിൽ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും കുട്ടികൾ ചെറുപ്പത്തിൽ ചെയ്യുന്നുണ്ട് സാറേ. ശരിക്കും അത് എന്താ പറഞ്ഞ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സാറിന്റെ നല്ല ക്ലാസ്സാണ് സാറേ. കാരണം ടോയ്ലറ്റ് ട്രെയിനിങ്ങും അതും ഇതെല്ലാം പറഞ്ഞു. അതായത് ഇനിയും സാറിന്റെ ക്ലാസ് തുടരുമെന്നുള്ള രീതിയിൽ സന്തോഷമുണ്ട്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. വെൽക്കം. മാം പറഞ്ഞ കാര്യം തന്നെയാണ് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞിന്റെ പ്രതികരണം, ചിരിക്കുന്നത്, അമ്മയോട് കുഞ്ഞ് പ്രതികരിക്കുന്നു. അതിപ്പോ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് ഇപ്പൊ പ്രാരംഭ ഘട്ടത്തിൽ എത്തിയിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനിയാണ് കുഞ്ഞിന്റെ പ്രതികരണം അടിപൊളിയാവുന്നത്. അത് വളരെ രസകരമായിട്ട് കുഞ്ഞും അമ്മയായിട്ടുള്ള പ്രതികരണത്തിൽ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന രീതിയിൽ കുഞ്ഞ് പ്രതികരിക്കും വളരെ നന്നായിട്ട്. അതാണ് ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? സാർ പറയും. അമ്മന ടീച്ചർ, സാർ, ജോർജ് സാർ, ജോർജ് മാത്യു സാർ. സാറ് നല്ല പിന്നെ എന്താ പുഴ ഒഴുകുന്നത് പോലെ സമാധാനമായിട്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. നല്ലോണം പഠിപ്പിച്ചാ പോകുന്നല്ലേ? പഠിപ്പിച്ചാ പോകുന്നത്. പക്ഷെ നമ്മള് പിള്ളേരൊരു ചെറിയ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം, പിള്ളേർ ചെയ്യുന്നതെല്ലാം കുഞ്ഞു കാര്യമാണെങ്കിലും നല്ല കാര്യങ്ങളാണല്ലോ. അപ്പൊ നമ്മളൊന്ന് കൈയടിച്ചു കൊടുത്താലുണ്ടല്ലോ, ആ കൈയടിച്ചു കൊടുക്കുമ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടപ്പെടും. അവർക്കറിയാം അവര് ചെയ്തത് വലിയ കാര്യമായിട്ടാണ് നമ്മൾ കൈയടിക്കുന്നത്. വീഡിയോ ഞാൻ എനിക്ക് സുഖമില്ലാത്തോണ്ടാ. അതല്ലേ, കുഴപ്പമില്ല. അപ്പൊ പിന്നെ ഞാന് അങ്ങനെ അവർ കൈയടിക്കും. കൈ നമ്മൾ അടിക്കാൻ വിട്ടുപോയി എന്ന് വിചാരിച്ചോ, അവരെന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ അവര് തന്നെ കൈയടിക്കും. എന്നിട്ട് നമ്മളെ മുമ്പിൽ വന്നിട്ട് കൈയടിച്ച് കാണിക്കും. കാരണം അവർക്ക് വേണം കൈയടി.
അത് നമ്മൾ നിരീക്ഷിച്ചാൽ ഭയങ്കര രസമാണ് ഈ പിള്ളേരുടെ പരിപാടികൾ. അങ്ങനെ നിരീക്ഷിക്കാനൊന്നും നമ്മൾ പിള്ളേരെ വളർത്തുന്ന സമയത്തൊന്നും അത്ര നേരമില്ലല്ലോ. നമ്മൾ ജീവിതം അങ്ങേറ്റവും ഇങ്ങേറ്റവും മുട്ടിക്കാൻ വേണ്ടി ഓട്ടമല്ലേ, അതിൻ്റെ ഇടയിൽ കൂടി ഒരു വളർത്തലല്ലേ. പക്ഷെ ഇപ്പം ശരിക്കും പിള്ളേരെ നമുക്ക് ഇത് കാണുമ്പോൾ വ്യത്യാസമുണ്ട്. പേരക്കുട്ടികളെയൊക്കെ കാണുമ്പോൾ നമുക്ക് വ്യത്യാസമുണ്ട്, നമുക്ക് സമയമുണ്ട്. നമ്മൾ വളർത്തുന്ന സമയത്ത് നമുക്ക് സമയമില്ലായിരുന്നു. പക്ഷെ സാറ് പറയുന്നതെല്ലാം ഒത്തിരി രസമായിട്ട് സമാധാനത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. താങ്ക് യു സർ. മാം പറഞ്ഞ അതേ കാര്യമാണ് അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത് കേട്ടോ. കുഞ്ഞിന്റെ ഈ വ്യത്യസ്ത പ്രതികരണങ്ങളുണ്ടല്ലോ, അറിവ് വരുമ്പോ കുഞ്ഞ് നമ്മളെ അടുത്ത് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ പറയാൻ പോകുന്നത്. അത് തന്നെയാണ് നേരത്തെ രമാവതി മാം പറഞ്ഞത്. നമുക്ക് അതിലേക്ക് അടുത്ത ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, ഇനി ഉലയനൻ സാർ കേൾക്കുന്നുണ്ടോ? സാറ് ഉറക്കത്ത് ഞെട്ടി കരയാറുണ്ട് കുട്ടികൾ, അതുപോലെ ഉറക്കത്ത് ചിരിക്കാറുണ്ട്. ഇങ്ങനെ അവരെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഉറക്കത്തന്നെ ചിരിക്കും, കരയുന്ന ആക്ഷൻ കാണിക്കും. അതുപോലെ ഈ സംസാരം ഉണ്ടല്ലോ സാർ, ഈ 2 വയസ്സിന്റെ ഉള്ളിലാണല്ലോ ഈ സംസാരം പഠിക്കുന്നത്. അപ്പൊ ഞാൻ മോളെ അടുത്ത് ഈ പ്രസവിച്ചിട്ടാകുമ്പോ അവിടെ പോകുമ്പോ നല്ലോണം സംസാരിക്കും ഞാൻ. അതുകൊണ്ട് അവര് മലയാളം നന്നായിട്ട് സംസാരിക്കും. നേരെ മറിച്ച് അവരെന്നെ ഒരു ഫ്രണ്ടിന്റെ കുട്ടി തീരെ സംസാരിക്കുന്നില്ല എന്നാ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അച്ഛനാ നോക്കല കുട്ടീനെ. അച്ഛനും ഡ്യൂട്ടി ആയിട്ട് ഈ കുട്ടിയോട് സംസാരിക്കൂല. കുട്ടി ഇങ്ങനെ വെറുതെ ഉറങ്ങി കിടക്കും. പിന്നെ നമ്മളെ കുട്ടികൾ പോയിട്ട് മിങ്കിളായിട്ട് ആ കുട്ടി ഇപ്പൊ സംസാരിച്ചു, നല്ല രീതിയിൽ ഗ്രാമർ സ്കൂളൊക്കെ എഴുതി പാസ്സായി സാറേ. അത് മാം ഈ നമ്മള് കൗൺസിലിംഗ് പാരാഫ്രൈസ് ചെയ്യില്ലേ, അതുമാതിരി അതുപോലെ എംപതൈസ് ചെയ്യും. എംപതൈസ് എന്ന് പറഞ്ഞാൽ ആ കൗൺസിലിയുടെ വേവ് ലെങ്തിലോട്ട് നമ്മൾ പോകും. അതുപോലെ കുഞ്ഞിന്റെ വേവ് ലെങ്തിലോട്ട് കുഞ്ഞ് പറയുന്ന അതേ രീതിയിൽ, അതേ ടോണില്, ആ രീതിയിൽ തിരിച്ച് നമ്മൾ അങ്ങോട്ട് പറയണം. അതുപോലൊക്കെ രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് കഴിയുമ്പോഴാണ് ഈ സംസാരത്തിന്റെ ആ ഒരു ഓരോ ഘട്ടങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നുണ്ട് കേട്ടോ, ഇനി അടുത്ത ക്ലാസ്സുകളിലേക്ക് അതിലേക്ക് വരുന്നുണ്ട്. ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഭാഷാ വികസനം, അതിലേക്ക് വരുന്നുണ്ട്. അത് വളരെ രസകരമായിട്ടുള്ള കാര്യം. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ പാരാഫ്രൈസിങ് എത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ അമ്മക്ക് അല്ലെങ്കിൽ പരിചാരകർക്ക്, അത്രയും നന്നായിട്ട് ലാംഗ്വേജ് കുഞ്ഞിന്റെ ഡെവലപ്പ് ചെയ്യും എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിലേക്ക് പോകാം. അത് വലിയൊരു കാര്യം അത്. ഓക്കെ, അപ്പോൾ ഇന്ന് ആർക്കും ഷെയർ ചെയ്യാണെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ചെയ്യാം. സോ അടുത്ത ആഴ്ച വീണ്ടും നമുക്കിതിൻ്റെ അടുത്ത ഭാഗം വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ കുഞ്ഞ് ജനിക്കുന്നത് പോലെ, അല്ലെ കുഞ്ഞ് വളരുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഈ സെഷൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു വലിയ ട്രഷറാണ്. കാരണം സാറിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഇത് ഇന്നല്ല, ആർക്ക് വേണമെങ്കിലും കയറി ഏത് കാലത്തും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനമായതുകൊണ്ട് ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ വളരെ വിലപ്പെട്ടതാണ്. യഥാർത്ഥത്തിലുള്ള എത്തേണ്ട ആളുകൾ ഇത് കാണുമ്പോഴാണ് സത്യത്തിൽ സർപ്രൈസ്ഡ് ആയി പോകുന്നത്, അല്ലേ? കൊച്ചുകുട്ടികൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തെ വളരെ കൂടുതലാണ്. കാരണം കൊച്ചുകുട്ടികൾ ഈ പറഞ്ഞ പോലെ മൊബൈലിലും ടി വിയിലും ഒക്കെ അഡിക്റ്റഡ് ആയി, പിന്നെ അവർക്ക് അവരുടെ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ ഓട്ടിസം ഒക്കെ, ചൈൽഡ് ഡിസേബിലിറ്റി, പറഞ്ഞ ലേണിംഗ് ഡിസേബിലിറ്റി ഒക്കെ വരുന്ന ഈ കാലഘട്ടത്തിൽ ഈ സ്റ്റെപ്പുകളിലൂടെ തന്നെ പോകണം. പക്ഷെ ഇപ്പോൾ ഇന്നത്തെ മാതാപിതാക്കൾ, ഈ യുവതലമുറയിലെ മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അവരിതിനൊക്കെ ശ്രദ്ധിക്കണം. പക്ഷേ ഇവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാണ് ഇവർ ആ ശ്രദ്ധ തുടങ്ങുന്നതെന്ന് മാത്രം. തുടക്കത്തിലെ ശ്രദ്ധിക്കാനുള്ള ആ ഒരു സമയം അവർക്കില്ല. പക്ഷെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അതൊക്കെ ഒബ്സർവ് ചെയ്ത്, ഈ പറഞ്ഞ പോലെ അറിയാമല്ലോ, വളരെ കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം അത്ര ഈസി അല്ല അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ. ആ ഒരു കാലഘട്ടത്തിൽ വരുന്നില്ല എങ്കിൽ, ഒരു കുട്ടി സംസാരിക്കുന്നില്ല, കേൾക്കുന്നില്ല, അല്ലെങ്കിൽ പറയുന്നില്ല എന്നൊക്കെ ഉള്ളത് തന്നെ വലിയൊരു പ്രോബ്ലമായിട്ട് തന്നെയാണ് പിൽക്കാലത്ത് വരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഈ ഗ്രാൻഡ് പേരൻസിൻ്റെ കുറവാണ് പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത്. ഈ പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ഗ്രാൻഡ് പേരൻസ് ആണ് അവരെ നോക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് വലിയൊരു വിരോധാഭാസമാണ്. അതുവരെ ഗ്രാൻഡ് പേരൻസിന് മിക്കവാറും ആക്സസ് ഒന്നും കാണത്തില്ല. പക്ഷേ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ സഹായം കൊടുക്കുന്നത് അപ്പോഴാണ് ശരി. പക്ഷേ ആ സമയത്ത് കുട്ടികളുടെ മൈൻഡ് സെറ്റ് തന്നെ മാറി പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, അല്ലേ? പുതിയ എന്താ പറയുക, ബീറ്റ പാരൻറ്റിങ് കോൺസെപ്റ്റ് ഒക്കെ വരുമ്പോൾ മാതാപിതാക്കൾ ഇത് അറിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും കുടുങ്ങിപ്പോകും.
അത് സമൂഹം തന്നെ നഷ്ടപ്പെടാൻ കാരണമായി മാറും എന്നുള്ളതാണ്. സാബു സാർ, അതുപോലെ ഇന്ന് പത്രത്തിലുണ്ട് 2.5 മാസമുള്ള ആൺകുട്ടി കിണറ്റിൽ വീണ് മരിച്ചു. ഉമ്മ പിന്നെ കുട്ടീനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടാകുമ്പോ അപ്പൊ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു എന്നുള്ളത്. ഈ 2 വയസ്സുള്ള കുട്ടി എങ്ങനെ കിണറ്റിൽ വീഴുന്നുള്ളതാണ് ഇപ്പൊ ചോദ്യം. അല്ല, കുട്ടികൾക്ക് അത് കയറി പഠിച്ചു കയറാനൊക്കെ എന്തെങ്കിലും അല്ല ഓപ്ഷൻസ് സാറേ, 2.5 മാസം. 2.5 മാസം അത് പ്രശ്നമാണ്. ഒക്കെ ഈ പറഞ്ഞ പോലെ കേസ് വേറെയാ. വേറെയാ 2.5 വയസ്സാണ്. അപ്പൊ 2.5 വയസ്സില് അമ്മയുടെയും അച്ഛന്റെ പെരുമാറ്റത്തിനനുസരിച്ച് പല അടുപ്പ ബന്ധങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അതനുസരിച്ച് അമ്മേനെ പേടിച്ചോടിണ്ടാവും കൂടി, അങ്ങനെയൊക്കെ സംഭവിക്കാം. സംഭവിക്കാൻ ചിലപ്പോൾ ഈ മോട്ടറൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ചെറിയ ഹോളുകളൊക്കെ അതിലൊക്കെ കയറിപ്പോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. എനിവേ, ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു വിജയരാമൻ സർ. 1 സെക്കൻഡ്. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. റോയ് സാർ, സി യു, ബൈ.